ക്ലിയർ ആണ് ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. ഫസ്റ്റ്ലി ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ഹുദൈഫ് എന്നാണ്. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA ഇന്റർനാഷണൽ റിലേഷൻസ് ഗ്രാജുവേഷൻ കഴിഞ്ഞു. ശേഷം ബാംഗ്ലൂരുള്ള അസീം പ്രേംജി യൂണിവേഴ്സിറ്റിയിൽ MA ഡെവലപ്മെന്റ് സ്റ്റഡീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ കൂടെ തന്നെ വർക്കും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ്ലി ഐ വുഡ് ലൈക്ക് ടു താങ്ക് സിജി ഫോർ ഗിവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി. ഈ ഒരു അവസരം തന്നതിൽ ഞാൻ സിജിയോട് നന്ദി പറയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ വന്നിട്ടുള്ളത് എന്താണ് CUT UG എന്ന് അതിനെപ്പറ്റി പറയാണ്, CUT പറ്റി പറയാൻ കൂടിയിട്ടാണ്. അപ്പോൾ പൊതുവെ ഇതിലിപ്പോൾ സെഷനിലുള്ളത് പേരൻസ് ആണോ സ്റ്റുഡൻസ് ആണോ എന്ന് എനിക്കറിയില്ല. പേരൻസ് ആണെങ്കിൽ പേരൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സ്റ്റുഡൻസ് ആണെങ്കിൽ സ്റ്റുഡൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ ഒരു സെഷൻ ഇൻട്രാക്റ്റീവ് ആയിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാം. നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് ചോദിക്കാം. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. എല്ലാവരും ഓക്കെ അല്ലേ, റെഡി അല്ലേ? നമുക്കൊന്നും അധികം സ്റ്റുഡൻസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഞാൻ PPT പ്രസന്റ് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫൈനലൈസ് ചെയ്ത് ലാസ്റ്റ് ക്ലിയർ ചെയ്യാം കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ PPT? ഓക്കെ. യെസ് യെസ്. ഓക്കെ, അപ്പോൾ ഈ CUT UG എന്താണ്? CUT UG, CUT-യുടെ ഫുൾ ഫോം അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്ന് മൈക്ക് ഓൺ ആക്കി പറയാൻ പറ്റുമോ? CUT-യുടെ ഫുൾ ഫോം അറിയുന്ന ആരെങ്കിലും? സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. അല്ല അല്ല, കുഴപ്പമില്ല, ഞാൻ തന്നെ പറയാം. എലിജിബിലിറ്റി ടെസ്റ്റ്. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്നാണ് CUT-യുടെ ഫുൾ ഫോം. 2022 വരെ അത് CUCET എന്ന് ആയിരുന്നു അറിയപ്പെട്ടിരുന്നത്. 2022 മുതൽ CUET എന്ന പേരിലേക്ക് മാറുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതുവരെ CUCET എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമിലൂടെ കേവലം എനിക്ക് തോന്നുന്നു ഒരു 20-22 സെൻട്രൽ യൂണിവേഴ്സിറ്റികളേക്കാൾ മാത്രമുള്ള ഒരു എൻട്രൻസ് എക്സാം ആയിരുന്നു ഇത്. 2022 ശേഷം വലിയൊരു ഷിഫ്റ്റാണ് വന്നത്. ഏകദേശം 208-ലധികമുള്ള യൂണിവേഴ്സിറ്റികളിൽ ഈ ഒരു CUET എന്ന് പറയുന്ന കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് വഴി എൻട്രൻസ് എഴുതി അഡ്മിഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 2022-ലാണ് ഇങ്ങനെ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വലിയൊരു മാറ്റം വന്നത്. അപ്പോൾ പണ്ടൊക്കെ നമുക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് വെച്ചിരുന്നാൽ നമുക്ക് ഓരോ എൻട്രൻസുകൾ ഓരോ യൂണിവേഴ്സിറ്റിയിലേക്ക് എൻട്രൻസ് സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഈ ഉദാഹരണം, ഒരു ഡൽഹിയിലേക്ക് പോകണം, അവിടെ പോയി എഴുതണം. അതുപോലെ തന്നെ വേറെ തമിഴ്നാട്ടിലാണെങ്കിൽ അവിടെ പോയി എഴുതണം. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അവിടെയാണ് ഈ CUT-യുടെ പ്രാധാന്യം വരുന്നത്. ഇപ്പോൾ CUT വന്നതോടുകൂടി നമുക്കൊരു ഒരു എൻട്രൻസ് എക്സാം എഴുതിയാൽ മതി. അതിലൂടെ ഒരുപാട് യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തുറന്നു തരാണ് അതിലൂടെ കിട്ടാൻ പറ്റുന്നത്. അപ്പൊ ഞാനും അങ്ങനെയാണ് CUT-നെ പറ്റി അറിയുന്നത്. സിജിയിൽ ഉള്ള ഒരു SCD എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനിലൂടെയാണ് ഞാൻ CUT എൻട്രൻസിനെ പറ്റി അറിയുന്നത്, അങ്ങനെ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നത്, അങ്ങനെ എൻട്രൻസ് ക്രാക്ക് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് അലിഗഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മുവിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ അങ്ങനെ പോയി. അപ്പോൾ ഈ ഒരു CUT എൻട്രൻസ് എക്സാം നമ്മൾ +2-ൽ നമ്മളെപ്പോഴും ഭയങ്കര ഇതാക്കുന്ന ഒരു കാര്യമാണ്. എന്താ പറയാ, നീറ്റ് ജെഇ ആ ഒരു രണ്ട് സ്ട്രീം അല്ലാതെ നമ്മൾ വേറെ ഒന്നിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് കാര്യം. അതുപോലെ തന്നെ കൊമേഴ്സുകാരും ഹ്യൂമാനിറ്റീസുകാരൊക്കെ ഭയങ്കര സംശയത്തിൽ ഇതിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് എന്തെങ്കിലും എൻട്രൻസ് എക്സാം ഉണ്ടോ, ഞങ്ങൾക്ക് എഴുതാൻ പറ്റിയ എൻട്രൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഹ്യൂമാനിറ്റീസുകാർക്കും കൊമേഴ്സുകാർക്കും അതുപോലെ തന്നെ സയൻസുകാർക്കും ഒരുപോലെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയൊരു അതിനുള്ള ഒരു വേ തന്നെയാണ് CUT എന്ന് പറയുന്നത്. നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം. CUT എന്ന് പറയുന്നത് വൺ എക്സാം മെനി ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇപ്പൊ ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത് NT ആണ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. നമ്മളെ നീറ്റ് ജെഇ ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന, ബാക്കിയുള്ള ഗവൺമെന്റ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഈ ഒരു എൻട്രൻസ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ അണ്ടറിൽ വരുന്നത് ഏകദേശം ഈ ഒരു CUT-യുടെ എക്സാം അണ്ടറിൽ വരുന്നത് മുമ്പ് 268-ഓളം യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം അത് 209-ഓളം യൂണിവേഴ്സിറ്റികളാണ് കഴിഞ്ഞ വർഷം അഡ്മിഷൻ എടുത്തിരുന്നത്. അപ്പൊ അതിൽ തന്നെ ഏകദേശം 45-ൽ മുകളിൽ 48 സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണുള്ളത്. അതുപോലെ തന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, DMT യൂണിവേഴ്സിറ്റീസ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, മറ്റുള്ള ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആണുള്ളത്. അപ്പോൾ ഇതിൽ മൊത്തത്തിലായിട്ട് ഓവറോൾ ആയിട്ട് ഏകദേശം 1 ലക്ഷത്തോളം സീറ്റ്സ് ആണ് വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എഴുതുന്ന എൻട്രൻസ് എക്സാം ഏതാണ്?
ആരെങ്കിലും മൈക്ക് ഓൺ ആക്കി പറയും ഏറ്റവും കൂടുതൽ ആൾക്കാർ എഴുതുന്ന എൻട്രൻസ് എക്സാം ഏതാണ്? നീറ്റ് ആണോ? നീറ്റ് ആണ്. നീറ്റ് കഴിഞ്ഞാൽ ഏതാണ്? ജെ SCUET ആണ്. നമ്മൾ നീറ്റ് എക്സാം എഴുതുന്നത് വെച്ചാൽ ഏകദേശം 22 ലക്ഷം ആൾക്കാരാണ് നീറ്റ് എക്സാം എഴുതുന്നത്. പക്ഷേ CUT വരുമ്പോൾ അത് 15 ലക്ഷമാണ്. അതിന് ശേഷമാണ് JEE വരുന്നത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം ആണ്. കാരണം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട NIRF റാങ്കിങ്ങിൽ അതുപോലെ തന്നെ QS വേൾഡ് റാങ്കിങ്ങിലൊക്കെ ടോപ്പായി നിൽക്കുന്ന യൂണിവേഴ്സിറ്റികളാണ് ഈ CUT എൻട്രൻസിലൂടെ അവിടേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ 15 ലക്ഷം ആൾക്കാരിൽ 1 ലക്ഷം സീറ്റാണുള്ളത്. ആ 1 ലക്ഷത്തിൽ നിങ്ങൾ പെടാന്നുള്ളതാണ് നിങ്ങൾക്ക് മുമ്പിലുള്ള ടാസ്ക് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന മാതിരി പേടിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. പക്ഷെ കുറച്ച് നമ്മൾ പേടിച്ചത് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ടോപ്പ് ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്? ഞാൻ ഇതിൽ പറയുമ്പോൾ തന്നെ എന്നോട് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലെ ഓരോ കോളേജുകളും അല്ല ഓരോ യൂണിവേഴ്സിറ്റികളും അവിടുത്തെ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ. പക്ഷെ അത് നമ്മൾ പറയാനാണ്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറേ ഉണ്ടാവും. അപ്പൊ നമുക്കത് നീട്ടി വലിച്ചിട്ട് പറയേണ്ട കാര്യം ഉണ്ടാവില്ല. ഞാൻ ചെറുതായിട്ട് ബ്രീഫായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് ബെറ്റർ ആയിട്ടുള്ളത്. ഇപ്പൊ ഇതിലിപ്പോൾ കാണിച്ചിട്ടുള്ളത് ഏകദേശം അത്യാവശ്യം നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതിനു മുമ്പ് തന്നെ മറ്റൊരു കാര്യം ഞാൻ കൂടി പറയാം. ഈ CUT എൻട്രൻസ് മുഖേന ഒരുപാട് യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ നടക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ജാമിയ മില്ല ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. ഇപ്പൊ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ജാമിയ മില്ല എന്ന് പറയുന്നത് ഇതാണ്. അതുപോലെ തന്നെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. ഈ രണ്ട് യൂണിവേഴ്സിറ്റികളിലേക്ക് CUT മുഖേന എൻട്രൻസിലൂടെ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ അവർ തന്നെ സെപ്പറേറ്റ് ആയിട്ട് എൻട്രൻസ് എക്സാം നടത്തുന്നുണ്ട്. അതിന്റെ എക്സാം സെന്റേഴ്സ് കാലിക്കറ്റിലും ഡൽഹിയിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൂടി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും NIRF റാങ്കിൽ ടോപ്പിൽ നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ജാമ്യ, അതുപോലെ തന്നെ അലിഗഡ്. അപ്പൊ നമുക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ സീറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും അറിയോ ഇതിൽ ഏറ്റവും കൂടുതൽ സീറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഏതാണെന്ന്? ആർക്കും അറിയില്ല? ഡൽഹി യൂണിവേഴ്സിറ്റി. യെസ്, അത് തന്നെ, ഡൽഹി യൂണിവേഴ്സിറ്റിയാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം 70-80 അടുത്ത് കോളേജുകളുണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലായിട്ട്. ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ ഒരു യൂണിവേഴ്സിറ്റി മോഡലിലാണ് റൺ ചെയ്യുന്നത്. പക്ഷേ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ അണ്ടറിൽ ഒരുപാട് കോളേജുകളാണ് വരുന്നത്. ഉദാഹരണം, നോർത്ത് ക്യാമ്പസ്, സൗത്ത് ക്യാമ്പസ്, ഓഫ് ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ട് 3 ക്യാമ്പസുകളായി തിരിച്ചിട്ടാണ് അതിലുള്ളത്. അപ്പോൾ അവിടെ തന്നെ ഏകദേശം ടോട്ടലായിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ മാത്രമായിട്ട് 64,000-ഓളം അടുത്ത് സീറ്റ്സ് വരുന്നുണ്ട്. പിന്നെ വരുന്ന ബാക്കിയുള്ള ഓരോ യൂണിവേഴ്സിറ്റികളാണ്. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ സയൻസ് കോഴ്സുകളുണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ കൊമേഴ്സ് ഉണ്ട്. ഇതിൽ മൂന്നിലും ടോപ്പ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കോളേജുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഈ JNU എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലെ എപ്പോഴും നമ്മൾ ഈ NIRF റാങ്കിങ് വരുമ്പോൾ ആദ്യം ടോപ്പിൽ ഉണ്ടാവുക, ടോപ്പ് 5 അല്ലെങ്കിൽ ടോപ്പ് 10 അതിന് മുകളിലേക്ക് പോലും ടോപ്പ് 10 ഉള്ളിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. അപ്പോൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന UG കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫോറിൻ ലാംഗ്വേജസ് ആണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അതല്ലാതെ ബാക്കിയുള്ള സയൻസോ അല്ലെങ്കിൽ കൊമേഴ്സ് പരമായിട്ടുള്ള UG കോഴ്സുകളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ആകെ പ്രൊവൈഡ് ചെയ്യുന്ന ഫോറിൻ ലാംഗ്വേജസ് ആണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. കാരണം ഇത് ചെറുതായിട്ട് ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ, ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. നമുക്ക് ടൈം ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ, അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അല്ലെങ്കിൽ മിറ്റ ടൈം ആയതുകൊണ്ട് ഞാനത് ചെറുതായി ചുരുക്കി പറയാണ്. അതുപോലെ തന്നെ ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി. ഇപ്പൊ ഇവിടെ നമുക്ക് ഒരുപാട് വൈഡ് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പൊ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സയൻസിനും അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് സയൻസിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ടോപ്പ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ JNUവിനെ പോലെ തന്നെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ കാണുന്ന ഈ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ നമ്മൾ എന്താ പറയുക, ഒരുപാട് കുട്ടികൾ ഈ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയെ പറ്റി അറിയാത്തത് കൊണ്ട് തന്നെ അവിടേക്ക് എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ് കാര്യം. കാരണം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി നിങ്ങൾ അതിന്റെ ക്യാമ്പസ് വീഡിയോസ് ഒക്കെ യൂട്യൂബിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വലിയ ക്യാമ്പസ് ആണ്. അതുപോലെ തന്നെ അവിടുത്തെ എക്സ്പോഷർ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് കോഴ്സുകൾ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതിന്റെ ഒഫീഷ്യൽ ബ്രോഷറിൽ കാര്യങ്ങളൊക്കെ പോയാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അതുപോലെ തന്നെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് UPയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് അലിഗഡ്. അതിന്റെ ഓഫ് ക്യാമ്പസ് മുർഷിദാബാദ് ഉണ്ട്, അതുപോലെ തന്നെ കേരളത്തിലെ മലപ്പുറത്തുണ്ട്. അപ്പോൾ ഈ കേരളത്തിലുള്ള അവിടെ ഇപ്രാവശ്യം BBA കോഴ്സ് വന്നിട്ടുണ്ട് UGക്ക്. BBA അതുപോലെ തന്നെ LLB ആയിട്ടുള്ള കോഴ്സുകളൊക്കെ അവിടെ UGക്ക് ഉണ്ട് മലപ്പുറം ക്യാമ്പസിൽ. ഇപ്പൊ മറ്റേ AP
നമ്മളെ യു പിയിലുള്ള ക്യാമ്പസിലുള്ളത് ബാക്കിയുള്ള കോഴ്സുകളാണ്. അപ്പോൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി പഠിക്കുക വെച്ചാൽ നമുക്ക് ചീപ്പായിട്ട് പഠിക്കുക എന്നുള്ളതാണ് കാര്യം. നമ്മൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്നതിന്റെ കാര്യങ്ങൾ ഞാൻ അതിന്റെ ബെനിഫിറ്റ് കാര്യങ്ങൾ നെക്സ്റ്റിലേക്ക് വരുമ്പോൾ പറയാം, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഞാൻ ചുരുക്കി പറയാണ്. അപ്പോൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി പറഞ്ഞ വലിയൊരു ക്യാമ്പസ് ആണ്. ഏകദേശം എനിക്കൊന്ന് 2000+ ഏക്കറേഴ്സ് വരുന്ന ക്യാമ്പസ് ആണ്. അതിനേക്കാളും മുകളിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരു പ്രാവശ്യം പോയപ്പോൾ ഞാൻ നടന്ന് നടന്ന് തളർന്നു പോയി. അത്രയും ഉണ്ടായിരുന്നു, അത്രയും വലിയ ക്യാമ്പസ് ആണ്. അപ്പോൾ നല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ലൈബ്രറി അവിടെയാണുള്ളത്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലാണുള്ളത്. അതുപോലെ തന്നെ അവിടെ ഒരുപാട് കോഴ്സുകളുണ്ട്, ഒരുപാട് ഒരുപാട് UG കോഴ്സുകളുണ്ട്. നിങ്ങൾക്ക് അതിന്റെ ഒഫീഷ്യൽ ബ്രോഷറിൽ പോയി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ മൈക്കൊന്ന് ഓഫ് ആക്കണം ആരെങ്കിലും. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഫ്ലോ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി, ലാംഗ്വേജുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് ഫ്ലോ എന്ന് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഫോറിൻ ലാംഗ്വേജ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലോ ആയിരിക്കും അത് ഒന്നാമതായിട്ട് വരിക. അത്രയും നമുക്ക് എന്താ പറയുക, പ്ലേസ്മെന്റ്സും കാര്യങ്ങളും അതുപോലെ തന്നെ അവിടെ നമ്മൾ ലാംഗ്വേജ് ചെയ്ത് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും വാല്യൂ നമുക്ക് ഉണ്ടാവും എന്തായാലും. അതുപോലെ തന്നെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി നമുക്ക് അറിയുന്ന പോലെ ഭയങ്കര പേര് കേട്ടൊരു യൂണിവേഴ്സിറ്റിയാണ്. നമ്മൾ റീസെന്റ് ആയിട്ട് ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഹൈദരാബാദിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു മരം അവിടുത്തെ യൂണിവേഴ്സിറ്റി ലാൻഡൊക്കെ ആൾക്കാർ ഗവൺമെന്റ് ഇതാക്കുന്ന അത് ബന്ധപ്പെട്ടിട്ടൊക്കെ കുറെ സമരം കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അപ്പോൾ ഈ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് സയൻസ് കോഴ്സുകളും അതുപോലെ ഹ്യൂമാനിറ്റീസ് കോഴ്സുകളും അതുപോലെ തന്നെ മാനേജ്മെന്റ് കോഴ്സുകളും മൂന്നിലും അത്യാവശ്യം നല്ല യൂണിവേഴ്സിറ്റിയാണ്, മൂന്ന് സ്ട്രീമുകാർക്കും വേണ്ടിയിട്ടുള്ള. അതുപോലെ തന്നെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മലയാളീസ് ഏറ്റവും കൂടുതൽ പഠിക്കാൻ ചൂസ് ചെയ്യുന്നത്, ചില ആൾക്കാർ നമ്മളെ വീട്ടിൽ നിന്നൊക്കെ വിടാതൊക്കെ കുറച്ച് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പൊതുവെ എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി വെച്ചാൽ നമ്മളൊരു എന്താ പറയുക, ഈ ബീച്ചിന്റെ ഒക്കെ അടുത്തായിട്ട് വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അവിടുത്തെ ക്യാമ്പസ് കാര്യങ്ങൾ, കൾച്ചർ കാര്യങ്ങൾ ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ആ ക്യാമ്പസ് ആയാലും അതുപോലത്തെ അക്കാഡമിക്സ് ആയാലും നല്ല അടിപൊളി രസമാണ്, നല്ല വൈബുള്ള ഒരു ക്യാമ്പസ് കൂടിയാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മലയാളീസ് പഠിക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലാണ്. അവിടുത്തെ കഴിഞ്ഞാൽ എനിക്കൊന്ന് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലായിരിക്കും ഏറ്റവും കൂടുതൽ മലയാളീസ് ഉള്ളത്. കാരണം മലയാളീസ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് രണ്ടാമത്തായിട്ട് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ IJNTU മധ്യപ്രദേശിലുള്ളത്, ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി മധ്യപ്രദേശിലാണുള്ളത്. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിനെ പറ്റി പറയുകയാണെങ്കിൽ സയൻസ് സ്ട്രീമുകൾക്ക് ഏകദേശം ലോകത്തിലെ തന്നെ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള സയന്റിസ്റ്റുകൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിലെ സയൻസ് ഡിപ്പാർട്ട്മെന്റുകളിൽ ഉണ്ട് എന്നുള്ളതാണ് കാര്യം. ലോകത്തെ മികച്ച 10 സയന്റിസ്റ്റുമാരിൽ ഏകദേശം കുറച്ച് ആൾക്കാർ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിലെ ഫാക്കൾട്ടീസ് ആണ്. അപ്പോൾ സയൻസ് കോഴ്സുകൾക്കൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് ബെസ്റ്റ് ആണ്. യു ജിയിൽ അവിടെ സയൻസ് കോഴ്സുകൾ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളതെന്നാണ്. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഞാൻ പഠിക്കുന്ന സമയത്ത് 2025 വരെ അവിടെ നമ്മൾ ഉണ്ടായിരുന്ന UG കോഴ്സുകളായിട്ട് ഉണ്ടായിരുന്നത് UG പൊളിറ്റിക്സ് ആണ്. പൊളിറ്റിക്സ് അല്ല, ഇന്റർനാഷണൽ റിലേഷൻസ് ആണ് UG ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം അവിടെ BCom ഹോണേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാച്ചലർ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ BSc ബയോളജി വന്നിട്ടുണ്ട്. 3 കോഴ്സുകൾ ഇപ്രാവശ്യം വന്നിട്ടുണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ എക്സ്ട്രാ ആയിട്ട്. അപ്പൊ അതിന്റെ ക്യാമ്പസ് വരുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളക്ക് 3 ക്യാമ്പസ് ആണുള്ളത്. ഒന്ന് കാസർഗോഡാണ് മെയിൻ ക്യാമ്പസ്. അവിടെയാണ് ഇപ്രാവശ്യം വന്ന 3 പുതിയ കോഴ്സുകൾ ഉള്ളത്. അതുപോലെ തന്നെ പത്തനംതിട്ട തിരുവല്ലയിൽ ഒരു ക്യാമ്പസ് ഉണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള ക്യാമ്പസിലാണ് ബാച്ചിലേഴ്സ് ഇൻ ഇന്റർനാഷണൽ റിലേഷൻസ് കോഴ്സ് ഉള്ളത്. അതുപോലെ തന്നെ ടിസ് ഒരു പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റി ആണ്. പക്ഷെ എന്നിരുന്നാലും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്, ടിസ് എന്ന് പറയുന്നത്. കാരണം അവിടുത്തെ പ്ലേസ്മെന്റ് കാര്യങ്ങൾ അതുപോലെ തന്നെ അക്കാഡമിക്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഏറ്റവും മികച്ചത് തന്നെയാണ്. അപ്പൊ ഇതൊക്കെയാണ്. ഇത് കൂടാതെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഇനിയും പറയാനുണ്ട്. ഞാൻ ജസ്റ്റ് ചുരുക്കിയിട്ട് മെയിൻ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ മാത്രം ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് നമുക്ക് എന്തുകൊണ്ട് നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത് അധ്യാപകർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ടോപ്പ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഡൽഹിയിൽ പഠിക്കുന്നവർ പറയുന്നുണ്ട്, നമ്മൾ എന്താ പറയുക, ഈ സിവിൽ സർവീസിന്റെ ഇന്റർവ്യൂസിലൊക്കെ കണ്ട ആൾക്കാർ യൂട്യൂബിലൊക്കെ ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ടാവില്ലേ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ പഠിക്കാനുള്ള പുസ്തകം, ഡൽഹി യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്ന പുസ്തകം എഴുതിയ ആൾക്കാർ തന്നെയാണ് നമുക്ക് അധ്യാപകരായിട്ട് വരുന്നത് വെച്ചാൽ. അതുപോലെ തന്നെ വേൾഡ് ഓക്സ്ഫോർഡ്, കാംബ്രിഡ്ജ് പോലുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിച്ചിറങ്ങിയിട്ടുള്ള അത്യാവശ്യം ടോപ്പ് മോസ്റ്റ് റാങ്കിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നമുക്ക് ക്ലാസ് കാര്യങ്ങൾ എടുക്കുക. അപ്പൊ നമ്മളെ നാട്ടിലെ സാധാ കോളേജ് പഠിക്കുമ്പോഴും സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോഴും ഒരു വ്യത്യാസം നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ
നമുക്ക് ഹൈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആണ് അവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുക. ഒന്ന് മറ്റൊരു കാര്യം വെച്ചാൽ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ്. നമ്മൾ ഫീസ് കാര്യങ്ങൾ നമ്മളങ്ങനെ നാട്ടിലൊക്കെ ഇപ്പോൾ കോളേജ് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീസ് സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലൊക്കെ നമുക്ക് ഒരു വർഷത്തിൽ എന്താ ഫുഡ്, അതുപോലെ തന്നെ നമ്മളെ ഹോസ്റ്റൽ ഫീസ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടി തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു വർഷത്തേക്ക് നമുക്കൊരു 5,000 അല്ലെങ്കിൽ 10,000 ഉള്ളിൽ നമുക്കത് കവർ ചെയ്യാം. നിങ്ങൾ ആലോചിക്കുക, അവിടെ ബിടെക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബിടെക് അതുപോലെ തന്നെ ബാക്കിയുള്ള കോഴ്സുകൾക്ക് ഞാൻ ഫീസ് സ്ട്രക്ചർ നോക്കിയപ്പോൾ ഭയങ്കര അതിശയപ്പെട്ടു പോയി. ഏകദേശം നമ്മൾ നാട്ടിലൊക്കെ ബിടെക് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര 5-6 ലക്ഷം 10 ലക്ഷം ഒക്കെ മുടക്കുന്നിടത്ത് അവിടെ വരും 2 ലക്ഷത്തിനുള്ളിലൊക്കെ ബിടെക് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങുന്ന ആൾക്കാരാണ്. അവിടുത്തെ അലുമിനീസിനൊക്കെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവാറുണ്ട് ഇന്ത്യയിലെ ടോപ്പ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തിയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പം നമുക്ക് നമ്മളെ ഫോറിൻ മിനിസ്റ്റർ ജയശങ്കർ അതുപോലത്തെ അവരൊക്കെ JNUവിൽ പഠിച്ചിറങ്ങിയ ആൾക്കാരാണ്. അതുപോലെ തന്നെ നമുക്ക് ശശി തരൂർ, അവരൊക്കെ ഡൽഹി യൂണിവേഴ്സിറ്റി അങ്ങനെയുള്ള പല ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിച്ചിറങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ അങ്ങനെയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ചിറങ്ങാൻ പറ്റും. ഇപ്പൊ എനിക്ക് എൻ്റെ UG കഴിയുമ്പോൾ എനിക്ക് വെറും 3 ഇയർ എനിക്ക് ആകെ ഒരു 40,000 സംതിങ് ആണ് ആയത്. ത്രീ ഇയറിൽ എനിക്ക് പഠിച്ചിറങ്ങുമ്പോൾ ആകെ ഒരു ചെലവെന്ന് പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ നാട്ടിലുള്ള കോളേജുകളാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് അത്യാവശ്യം നല്ല പൈസ തന്നെ വരും പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വെച്ചാൽ ടോപ്പ് റാങ്കിങ് ആണ്. നമ്മൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊക്കെ ഇന്ത്യയിലെ തന്നെ ഏകദേശം 1163 യൂണിവേഴ്സിറ്റികളിൽ ആദ്യത്തെ 100-ലും 150-ലുള്ളതാണ് ഈ CUT എൻട്രൻസിലൂടെ വരുന്ന യൂണിവേഴ്സിറ്റികളൊക്കെ. അതിൽ പ്രധാനപ്പെട്ടതും സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ. സെൻട്രൽ യൂണിവേഴ്സിറ്റി റാങ്കിങ് ഒക്കെ ഹൈ റാങ്കിങ് ആണ്. NIRF റാങ്ക്സും മറ്റുള്ള QS വേൾഡ് റാങ്ക് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അക്കാഡമിക് ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള എക്സ്പോഷേഴ്സ് കാര്യങ്ങൾ. അപ്പൊ അതിൽ നമുക്ക് പറയാൻ പറ്റുക വെച്ചാൽ നമ്മളെ അവിടെ യൂണിവേഴ്സിറ്റികളിലെ ക്ലബ്സ് ഉണ്ടാവും ഒരുപാട്. സ്പോർട്സ് ക്ലബ്ബ്, ആർട്സ് ക്ലബ്ബ്, മ്യൂസിക് ക്ലബ്ബ്, അതുപോലെ ക്ലബ്സ് കാര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ NSS ഉണ്ടാവും. അതുപോലെ തന്നെ ആ ഒരു എക്സ്പോഷർ കാര്യങ്ങൾ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ എന്താ പറയാ, നമ്മളെ ഫാക്കൽറ്റീസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം വെച്ചാൽ നമ്മളെ അധ്യാപകർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള അധ്യാപകരാണ്. നമുക്കത് ഹെൽപ്പ് ആണെങ്കിൽ അവർ നമുക്ക് ഏത് സമയത്ത് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അധ്യാപകരാണ് നമ്മൾ കൂടെ ഉള്ളത്. ഇപ്പൊ നമുക്കൊരു ഒരു എന്താ പറയുക ഡൗട്ട്സ് കാര്യങ്ങൾ നമ്മൾ ഫിയർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള പോലെ സ്പൂൺ ഫീഡിങ് കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ നാട്ടിലെ കോളേജുകളിലും സ്കൂളുകളിലും നമ്മൾ കണ്ട പോലത്തെ സ്പൂൺ ഫീഡിങ് അല്ല. അത് അവിടുത്തേതായ സിസ്റ്റംസ് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു സ്ട്രക്ചർ വേറെ തന്നെയാണ്. അപ്പൊ ആ ഒരു എക്സ്പോസർ നിങ്ങൾ പോയാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്, അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് നമുക്ക് സ്കോളർഷിപ്പിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ. ഇപ്പൊ എന്റെ സീനിയേഴ്സ് മെഹക്ക് എന്നാണ് ഈ ഒരു ഇടയ്ക്ക് സിജിയുടെ ഒരു സെഷൻസ് ഒക്കെ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു, മെഹക്ക് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ റന്ദാ സലീം എന്നൊക്കെ പറഞ്ഞിട്ട് ആള് തുർക്കിയിലാണ്. തുർക്കിയെ ബ്രിസ്ലാൻ എന്ന് പറഞ്ഞ സ്കോളർഷിപ്പ് കിട്ടി തുർക്കിയിൽ പഠിക്കുകയാണ്. അതുപോലെ തന്നെ മെഹക്ക് യൂറോപ്പിൽ പഠിക്കുകയാണ്, എറാസ്മസ് മുണ്ടസ് എന്ന് പറയുന്ന സ്കോളർഷിപ്പ് കിട്ടിയിട്ട്. അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് സീനിയേഴ്സിന്റെ അങ്ങനെ പഠിക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ വെച്ചാൽ അവർ അക്കാഡമിക്കലി നല്ല ഇതാണെന്നുണ്ടെങ്കിലും അവർക്ക് ബെനിഫിറ്റ് ആയിട്ടുണ്ടായ കാര്യം വെച്ചാൽ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ എന്ന് പറയും. നമ്മളുടെ അധ്യാപകരുടെ ഒരു ലെറ്റർ ഉണ്ടാവും നമ്മളൊരു സ്കോളർഷിപ്പിന് കൊടുക്കുമ്പോഴും, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൈവറ്റ് വേറെ ഔട്ട് ഓഫ് കൺട്രി നമ്മൾ എന്താ പറയാ ഡിഗ്രി എല്ലാം PG നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ സാറുമാരൊരു LOR വേണം, ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ വേണം. അപ്പൊ ആ ഒരു LORന് നമുക്ക് നമ്മളുടെ അധ്യാപകരുടെ സൈനും കാര്യങ്ങൾ കിട്ടുമ്പോൾ, അവരുടെ ആ ഒരു LOR നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് നല്ല വാല്യൂ ഉണ്ടാവും. നമ്മൾ ആ ഒരു കൊടുക്കുന്ന പ്രപ്പോസലിന് നല്ല വാല്യൂ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അപ്രൂവ് ആയി കിട്ടും. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ നമ്മൾ ഈ ഫോറിൻ യൂണിവേഴ്സിറ്റികളിലും ഫോറിൻ കൺട്രീസിൽ വരുന്ന ഒരുപാട് സ്കോളർഷിപ്പുകളൊക്കെ ആദ്യം തേടിയെത്തിയ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലുള്ള സ്റ്റുഡൻസിനായിരിക്കും. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ ഈ ഡൈവേഴ്സ് ലേണിംഗ് എൻവിറോൺമെന്റ്, അത് മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം നമുക്ക് ഈ ഒരു എക്സ്പോഷർ ഉണ്ട്. നമ്മൾ ഇപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ ക്ലാസ്, ഞാൻ ഡിഗ്രി പഠിക്കുമ്പോൾ എന്റെ റൂംമേറ്റ് ഉണ്ടായിരുന്ന 2 ആൾക്കാരാണ്. ഒരാൾ തെലുങ്കാനക്കാരനും ഒരാൾ കോട്ടയംകാരനാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ വരുന്നത് കാസർഗോഡ് നിന്നാണ്. കാസർഗോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും പറയുമ്പോൾ ഈ സപ്തഭാഷാ സംഗമം നമ്മൾ പറയും. അപ്പോ കാസർഗോഡിന്റെ ഭാഷയാണ് മെയിൻ ആയിട്ടുള്ള വൈവിധ്യം. അപ്പൊ എനിക്ക് വലിയ പ്രത്യേകിച്ച് ഇതായി തോന്നിയില്ലെങ്കിലും പക്ഷെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഒരുപാട് ഇപ്പൊ എന്റെ ക്ലാസ്സിൽ നോർത്ത് ഈസ്റ്റിലുള്ള ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ബീഹാർ, ഉത്തർപ്രദേശ്, കശ്മീർ, അതുപോലെ തന്നെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന, എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള അത്യാവശ്യം കുട്ടികൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈവൻ ബംഗ്ലാദേശ് എന്ന് വരെയുള്ള സ്റ്റുഡന്റ് എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോ നമുക്ക് ഈ ഒരു മൊത്തത്തിലുള്ള ഈ ഔട്ട് ഓഫ് ദി സ്റ്റേറ്റ്, അതുപോലെ തന്നെ ഔട്ട് ഓഫ് ദി കൺട്രി, മൊത്തത്തിലുള്ള ഒരു കൾച്ചർ കാര്യങ്ങൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അവിടെ നാട്ടിലുള്ള അവസ്ഥകൾ എന്തൊക്കെയാണ്, അവിടുത്തെ ഡെവലപ്മെന്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു ഈ കേരളം നമ്മളൊരു സർക്കിൾ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല ഇതിന്റെ പുറത്തേക്ക് ഒരു ലോകം ഉണ്ടെന്ന്. നമ്മൾ ഇതിന്റെ പുറത്തേക്ക് ഉള്ള എക്സ്പോസേഴ്സ് അറിയുമ്പോൾ, അവിടുത്തെ എക്സ്പീരിയൻസ് അറിയുമ്പോഴാണ് നമുക്ക് ശരിക്കുള്ള ലോകം മനസ്സിലാക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ പറ്റുക. അപ്പോൾ ഈ ഡൈവേഴ്സ് ആയിട്ടുള്ള എൻവിറോൺമെന്റ്, അപ്പോൾ
നമുക്ക് ഒരുപാട് ഭാഷകൾ പഠിക്കാൻ പറ്റും. ഈ ബാക്കിയുള്ള സ്റ്റേറ്റിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഭാഷകൾ പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ചാൽ ഇപ്പം എൻ്റെ നാട്ടിൽ നമ്മൾ മുറുക്ക് ഉണ്ടാവുമല്ലോ, നമ്മൾ കഴിക്കുന്ന മുറുക്ക് എന്ന് പറയില്ലേ. അപ്പോൾ ആ സാധനം നമ്മുടെ നാട്ടിൽ പറയാം ചക്ലി എന്നാണ്, കാസർഗോഡിലൊക്കെ പറയാം ചക്ലി എന്നാണ്. ശരിക്കുള്ള ചക്ലി എന്ന് പറയുന്ന വേർഡ് വരുന്നത് മഹാരാഷ്ട്ര എന്നാണ്. അപ്പോൾ എന്താ പറയാ, ആ ഒരു സാധനം ഞാൻ മനസ്സിലാക്കിയത് നമ്മളെ കൂടെയുള്ള ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന ഇടക്കാണ് ഞാൻ ഒരു സാധനം മനസ്സിലാക്കിയത്. അപ്പോൾ ഇങ്ങനെ കുറേ വെറൈറ്റീസ് ആയ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭാഷകൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളെ കൾച്ചറായിട്ട് എത്രത്തോളം അത് ഇണങ്ങുന്നുണ്ട്, നമ്മളെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുക. അതുപോലെ തന്നെ പ്ലേസ്മെന്റ് സപ്പോർട്ട്, നമുക്ക് നല്ല പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഒരുപാട് പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട്. അത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ബികോം ഒക്കെ നോക്കുന്നതിൽ കുറേ കുട്ടികളുണ്ടാവും, ബികോം അതുപോലെ തന്നെ BBA ഒക്കെ. അപ്പോൾ അതിലൊക്കെ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലുണ്ട്. അതുപോലെ സയൻസ് ആണ് നോക്കുന്നത്, അങ്ങനെയുള്ള റിസർച്ച് നോക്കുന്നവർക്കൊക്കെ ഒരുപാട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് CUT മുഖേന കിട്ടാൻ പോകുന്നത്. സത്യം പറയാൻ നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി അറിയുന്നില്ല എന്നുള്ളതാണ്. നമ്മള് നമ്മൾ ഈ ഒരു സാധനം ഇപ്പൊ എൻ്റെ ഒരു സമയം വെച്ചാൽ ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് എൻ്റെ നാട്ടിലൊക്കെ എനിക്ക് പറഞ്ഞുതരാൻ ആൾക്കാരില്ലായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനെയല്ല, നിങ്ങൾക്ക് സിജി ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുണ്ട്. പക്ഷെ മുമ്പത്തെ സമയം അങ്ങനെയല്ലായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ കിട്ടുന്ന എക്സ്പോസേഴ്സ് കാര്യങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ കാര്യം എന്ന് വെച്ചാൽ. പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണുള്ള സാധനങ്ങൾ ഇതിലേക്ക് കടന്നു വരാം, നമ്മൾ ഇതിന്റെ പ്രൊസീജിയേഴ്സിലേക്ക് കടന്നു വരാണ്. അപ്പോൾ ഇതിന് ഈ ഒരു എൻട്രൻസിന്റെ കാര്യം വെച്ചാൽ ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ വിളിക്കും. അത് പൊതുവെ വിളിക്കാല് ഒരു മാർച്ച് ഇതിന്റെ എക്സാം നടക്കുന്ന വെച്ചാൽ ഏപ്രിൽ മെയ് 2026 ആ ഒരു ടൈമിലായിരിക്കും ഇതിന്റെ എക്സാംസ് നടക്കുക. ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.cut.nta.ac.in ആണ് ഇതിന്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഈ എക്സാം പൊതുവെ എപ്പോഴും നടക്കുന്നത് ഏപ്രിൽ മെയ് ആ ഒരു സമയത്താണ് എല്ലാ വർഷവും നടക്കാറുള്ളത്. ഈ വർഷം തന്നെ 2026 അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻ ടൈം ലൈൻ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതൊരു റോഡ് മാപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എങ്ങനെയാണ് ഇതിൽ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ മുതൽ അഡ്മിഷൻ വരെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള സാധനം പറഞ്ഞുതരാണ്. അപ്പൊ ഇതിൽ ആദ്യത്തെ ഇത് വെച്ചാൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതൊരു ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴാണ് ഇതിന്റെ CUT ആപ്ലിക്കേഷൻ വിളിക്കുക. ഏകദേശം ഒരു മാസത്തോളം നമുക്ക് അവർ അപ്ലൈ ചെയ്യാനുള്ള അവസരം യൂണിവേഴ്സിറ്റി NTA തരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു ടൈം പീരീഡിന്റെ ഉള്ളിൽ അപ്ലൈ ചെയ്യുക. അപ്പൊ അതിൽ നമ്മൾ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പൊ തന്നെ ഞാൻ നിങ്ങളോട് പറയാണ്. ഇതൊരു ഇമ്പോർട്ടന്റ് കാര്യം കൂടി ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ പറയുന്ന ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ്, നമ്മൾ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് അപ്പോൾ എടുക്കുന്ന നമ്മൾ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്സ് കയ്യിൽ കരുതുക. OBC NCL EWS അതുപോലെ തന്നെ SC ST അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്സ് കയ്യിൽ കരുതുക. അതുപോലെ തന്നെ ഇൻകം EWS സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബെനിഫിറ്റ് ആയിരിക്കും, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. എന്തിനായാലും ഈ ഒരു എൻട്രൻസ് എക്സാമിനൊന്നല്ല, ആയാലും നിങ്ങൾക്ക് അത് ബെനിഫിറ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്താകുമ്പോൾ റെഡിയാക്കി വെക്കുക. അത് കഴിഞ്ഞ ശേഷം അപ്ലൈ ചെയ്തതിനു ശേഷം നമുക്ക് എന്തെങ്കിലും അതിൽ മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കറക്ഷൻ വിൻഡോ ഉണ്ടാവും. ഒരു 1 ഡേ അല്ലെങ്കിൽ 2 ഡേ കറക്ഷൻ വിൻഡോ, അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു വിൻഡോ ഉണ്ടാവും. അത് നമുക്ക് കറക്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് എന്ന് പറയും. നമുക്ക് എക്സാം കിട്ടുന്ന സെന്ററിന്റെ ഏത് ജില്ലയിലാണുള്ളത് ഉള്ള സാധനം ഉണ്ടാവും. ഏത് ജില്ല അല്ലെങ്കിൽ ഏത് മണ്ഡലം അങ്ങനെയുള്ള സാധനം അത് ഈ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പിലൂടെ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോവാം. ഞാൻ പറയുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ, ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ? ഉണ്ട്. വെരി ക്ലിയർ, വെരി ക്ലിയർ. ഓക്കെ ഓക്കെ ഓക്കെ. ആ അപ്പോൾ ഈ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് എന്ന് പറയും. അപ്പോൾ ആ ഒരു സാധനം നിങ്ങൾക്ക് കിട്ടുന്ന എക്സാം സെന്റർ എവിടെയാണെന്നുള്ള സാധനമാണ് അത്. സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ഏത് ജില്ല ആണ് അതാണ് ഉദ്ദേശിക്കുന്നത് അതിൽ. അപ്പോൾ അതിന് ശേഷം വരുന്ന സാധനമാണ് ജസ്റ്റ് ഒന്ന് മിനിറ്റ് അഡ്മിറ്റ് കാർഡ്. നമ്മളെ എക്സാം സെന്ററിലേക്ക് കൊണ്ടുപോകുന്ന അഡ്മിറ്റ് കാർഡ്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരുപാട് കുട്ടികൾ അഡ്മിറ്റ് കാർഡ് ഇല്ലാതെ എക്സാം സെന്ററിലേക്ക് പോയിട്ട് അവസാനം ധൃതിപ്പെട്ടിട്ട് എന്തൊക്കെ ആക്കിയിട്ട് അഡ്മിറ്റ് കാർഡ് ഒപ്പിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അഡ്മിറ്റ് കാർഡ് കറക്റ്റായി ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഈ അഡ്മിറ്റ് കാർഡിൽ നിങ്ങളെ ഒരു എക്സാമിന് ഒരു 3 ദിവസം മുമ്പൊക്കെ ആയിരിക്കും അഡ്മിറ്റ് കാർഡ് പൊതുവെ വരാറുള്ളത്. അപ്പോൾ വന്ന പാടെ നിങ്ങൾ നോക്കുക എക്സാം സെന്റർ എവിടെയാണെന്നുള്ളത്. നോക്കിയിട്ട് നിങ്ങൾക്ക് ആ എക്സാം സെന്റർ എക്സാക്ട് സ്ഥലം എവിടെയാണ് അതിൽ കാണിക്കും. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക. ശേഷം അതിനുശേഷം എൻട്രൻസ് എക്സാം എഴുതുക എന്നുള്ളതാണ്. എൻട്രൻസ് എക്സാമിൽ എന്തൊക്കെയാണ് അതിന്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ, ഏതൊക്കെയാണ് ടോപ്പിക്സ്, എന്തൊക്കെയാണുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് വരുന്ന സ്ലൈഡുകളിൽ പറഞ്ഞുതരാം ഞങ്ങൾക്ക്. അതാണ് എൻട്രൻസ് എക്സാമിന്റെ നടക്കുക. അതിനുശേഷം അത് കഴിഞ്ഞതിന് ശേഷം ഡിസ്പ്ലേ ഓഫ് റെക്കോർഡ് റെസ്പോൺസസ് ആൻഡ് പ്രൊവിഷണൽ ആൻസർ കീ. താൽക്കാലികമായിട്ടുള്ള ഒരു ആൻസർ കീ ഈ NTA പുറത്തുവിടും. നിങ്ങൾ ആ ഒരു എൻട്രൻസ് എക്സാമിന് ശേഷം ആ ഒരു എക്സാമിന്റെ താൽക്കാലികമായിട്ടുള്ള ഒരു ആൻസർ കീ. അപ്പൊ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും തെറ്റുണ്ട്, നിങ്ങൾ അതിൽ നോക്കുമ്പോൾ നിങ്ങൾ കൊടുത്ത ആൻസേഴ്സ് ശരിയാണ്, പക്ഷെ അതിൽ അവർ കൊടുത്ത ആൻസേഴ്സ്
അവർ ശരിയെന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് തെറ്റാണ്. അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പരസ്പരം നിങ്ങൾ ഇത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്നത് ശരിയും അവർ പറയുന്നത് തെറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് വേണം ആൻസർ കീ ചാലഞ്ച് ചെയ്യാം. അതിനുശേഷം അവർ അത് അത് ചെക്ക് ചെയ്തിട്ട് അവരത് തിരുത്തും. അതിനൊരു ചെറിയൊരു പേയ്മെന്റ് ഉണ്ട്. അത് കഴിഞ്ഞ ശേഷം അവരത് തെറ്റുണ്ടെങ്കിൽ അവർ തിരുത്തും, ഇല്ലെങ്കിൽ അങ്ങനെ ആയിട്ട് ഫൈനലായിട്ട് ഒരു ആൻസർ കീ റിലീസ് ചെയ്യും. അതിനുശേഷം വേറെ ആൻസർ കീസ് ഉണ്ടാവില്ല, ഫൈനലായിട്ട് ഒരു ആൻസർ കീ അവർ റിലീസ് ചെയ്യും. അതിനുശേഷം ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് ആൻഡ് ഡൗൺലോഡിംഗ് സ്കോർ കാർഡ്. അതിനുശേഷം നമ്മളെ സ്കോർ കാർഡ് വരും. നമ്മൾ എൻട്രൻസ് എക്സാം എഴുതിയതിനു ശേഷമുള്ള നമ്മളുടെ സ്കോർ കാർഡ് കാര്യങ്ങൾ നമുക്ക് വരും. അതിനുശേഷം നമുക്ക് വരുന്നത് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ കൗൺസിലിംഗ് പ്രൊസീജിയേഴ്സ് ഓഫ് റെസ്പെക്റ്റീവ് യൂണിവേഴ്സിറ്റി. ഓരോ യൂണിവേഴ്സിറ്റികളും നമുക്ക് ഈ എൻട്രൻസ് എക്സാം എഴുതിയതിനു ശേഷം നമ്മളെ സ്കോർ കാർഡ് വന്നതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യണം. ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ നമുക്കതിൽ വേണ്ട യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണ്, അവിടുത്തെ കോഴ്സുകൾ ഏതൊക്കെയാണ് നമുക്ക് വേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അതാണ് പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റീസിന്റെ കൗൺസിലിംഗ് പ്രൊസീജിയേഴ്സിൽ പങ്കെടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് ചെറിയൊരു ഫീസ് ഉണ്ടാവും. എന്നാലും വലിയ ഫീസ് ഒന്നുമില്ല. ചില യൂണിവേഴ്സിറ്റി 50 രൂപ 100 രൂപ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികൾ. അപ്പോൾ നമുക്ക് വേണ്ട എത്ര യൂണിവേഴ്സിറ്റികളാണ്, ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണെന്ന് നോക്കി നമുക്കത് അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മളെ ഡ്രീം യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ കാര്യങ്ങളാണ് ഉണ്ടാവുക. ഇതാണ് ഈ ഒരു എൻറ്റയർ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ഓവറോൾ ആയിട്ടുള്ള ഞാനൊരു റോഡ് മാപ്പ് എന്നുള്ള രീതിയിൽ എനിക്ക് പറഞ്ഞു തന്നതാണ്. ഇത് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഡൗട്ട്സ് എന്താ കണ്ടാൽ ലാസ്റ്റ് ചോദിക്കാം കേട്ടോ. നിങ്ങൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ഓപ്പൺ ആയി ചോദിക്കാം, ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു എക്സാം നടക്കുന്നത് ഏപ്രിൽ മെയ് 2026 സമയത്താണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഈ എക്സാം ഇപ്പൊ നടക്കുന്നതിന് ഇനി വെറും 6 മാസമാണ് കയ്യിലുള്ളത്. അപ്പൊ ഈ ഒരു 6 മാസം നിങ്ങൾ മാക്സിമം നിങ്ങൾ +2 ബോർഡ് എക്സാംസിന്റെ കൂടെ തന്നെ ബോർഡ് സ്റ്റഡീസിന്റെ കൂടെ തന്നെ കൊണ്ടുപോകാന്നുള്ളതാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ പേടിക്കേണ്ട കാര്യമൊന്നും ഇതിലില്ല. നിങ്ങൾക്ക് കൂളായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനമേ ഉള്ളൂ. കാരണം നെക്സ്റ്റ് നമുക്ക് സിലബസിലേക്കൊക്കെ വരാം. അത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ എങ്ങനെയാണ് ഈ എക്സാമിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ള കാര്യം. ചിലർക്ക് നേരത്തെ നോക്കിയവരായിരിക്കും, എന്നാലും നമുക്കത് മനസ്സിലാക്കാം എന്താണെന്നുള്ള സാധനം. അപ്പൊ ആദ്യത്തെ തന്നെ ഒരു കാര്യം വെച്ചാൽ, ഈ ഒരു എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. CBT മോഡാണ്. നമ്മളൊരു എക്സാം സെന്ററിലേക്ക് പോയിട്ട് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഞാൻ ഇപ്പൊ ഇരിക്കുന്ന മാതിരി ഇരുന്നിട്ട് ഒരു കമ്പ്യൂട്ടർ മുമ്പിൽ ഉണ്ടാവും. അതിലുള്ള നമ്മൾ 4 ഓപ്ഷൻസ് ഉണ്ടാവും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 4 ഓപ്ഷൻസിൽ ഒന്ന് ടിക്ക് ചെയ്യാം, അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഒന്ന് ടിക്ക് ചെയ്യുക. അത് അങ്ങനെയാണ് എക്സാം വരിക. പിന്നെ ഈ എക്സാം 13 മീഡിയം ഓഫ് ലാംഗ്വേജ്, 13 ഭാഷകളിലെ എക്സാംസ് ഉണ്ടാവും. മലയാളം, ഹിന്ദി, അതുപോലെ തന്നെ കന്നഡ, തെലുഗു, കശ്മീരി, ഒഡിയ, അങ്ങനെ 13 ഭാഷകളിൽ. പക്ഷെ ഞാൻ അതിൽ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുക നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതിയാൽ മതി എന്നാണ്. കാരണം ഇംഗ്ലീഷ് എഴുതാൻ പറയുന്ന പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ, ഇതിൽ മലയാളത്തിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ എക്സാം അറ്റൻഡ് ചെയ്താൽ ചിലപ്പോൾ അതിൽ മിസ്റ്റേക്സ് ഉണ്ടാവും. മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഫൈനലായിട്ട് ഇവർ ഇതാക്കുക, നോക്കുക, ആൻസർ കീൻ്റെ ഇത് നോക്കുക, ഇംഗ്ലീഷിന് ആൻസർ കീ ആയിരിക്കും. അപ്പൊ ഇംഗ്ലീഷിൽ എഴുതുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക. പിന്നെ ഈ എക്സാം വരുന്നത് 3 സെക്ഷൻസ് ആണ്. 3 സെക്ഷൻസ് ഓഫ് സിലബസ് ആയിട്ടാണ് ഈ ഒരു എക്സാം വരുന്നത്. അപ്പൊ അതിലൊന്ന് 3 സെക്ഷൻസ് ആണ്, കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ അതിൽ സെക്ഷൻ 1 എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ്. സെക്ഷൻ 1 എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ്. അതിൽ 13 ഭാഷകൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഒരാൾക്ക് മാക്സിമം ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുക 5 പേപ്പേഴ്സ് ആണ്. 5 പേപ്പേഴ്സ് ചൂസ് ചെയ്യാൻ പറ്റും. ഈ 3 സെക്ഷൻസിലായിട്ട് ടോട്ടലായിട്ട് 5 ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ ഈ സെക്ഷൻ 1 എന്ന് പറയുന്ന ലാംഗ്വേജ് 13 ലാംഗ്വേജ് ഉണ്ട്. ഇതിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇംഗ്ലീഷ് എഴുതാനാണ്. കാരണം ഒരുപാട് യൂണിവേഴ്സിറ്റികൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സാധനം ലാംഗ്വേജസ് എന്ന് ഇംഗ്ലീഷാണ്. ഇപ്പൊ മലയാളം എഴുതിയാൽ എഴുതുന്നവർക്ക് എഴുതണ്ടെന്നേ പറയുന്നില്ല. പക്ഷെ ചില യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് അതിന് പറയും. പക്ഷെ മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് പറയുന്നത് ഇംഗ്ലീഷാണ്. ഞാൻ നിങ്ങളെ കോംപ്ലിക്കേഷൻ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ ഇംഗ്ലീഷ് എഴുതിയാൽ നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും. ബാക്കിയുള്ള ഭാഷകൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും, പക്ഷെ യൂണിവേഴ്സിറ്റീസ് പ്രിഫർ ചെയ്യുന്നത് ഇംഗ്ലീഷാണ്. അതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് എഴുതുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ വരുന്നത് സെക്ഷൻ 2 എന്നാണ്. പക്ഷെ ഇതിൽ വരുന്ന മറ്റൊരു കാര്യം, ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് നമ്മൾ +2 അല്ല, നമ്മൾ ഇംഗ്ലീഷ് റീഡിംഗ് കോംപ്രഹെൻഷൻ, അതുപോലെ തന്നെ സിനോണിംസ്, ആന്റണിംസ്, ഇഡിയംസ്, ഫ്രേസസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. നമ്മൾ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വരുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെബ്സൈറ്റിലൊക്കെ ലഭ്യമായിരിക്കും. CUT PGന്റെ ആൾക്കാർക്ക് അത് കുറച്ചുകൂടി കോംപ്ലിക്കേഷൻ ആണ്. ഞാൻ കണ്ടു. ഞാൻ ചിലപ്പോൾ ലാസ്റ്റ് പറ്റുവാണെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരാം. ഇംഗ്ലീഷാണ് അതിൽ അങ്ങനെയാണ് സിലബസ് വരുന്നത്. പിന്നെ വരുന്ന സെക്ഷൻ 2 ആണ്. സെക്ഷൻ 2 എന്ന് പറയുന്നത് ഡൊമൈൻ സബ്ജക്റ്റ് എന്ന് പറയും. നമ്മൾ +2 ഹ്യൂമാനിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ സോഷ്യോളജി, സൈക്കോളജി, അതുപോലെ തന്നെ പൊളിറ്റിക്സ്, ഹിസ്റ്ററി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ. പിന്നെ ഈ കൊമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടൻസി, ബിസിനസ്, എക്കണോമിക്സ്, അതുപോലെ തന്നെ സയൻസ് ആണെന്നുണ്ടെങ്കിൽ കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പൊ അതൊക്കെയാണ് ഡൊമൈൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് നമ്മളെ +2
NCERT ആണ്. പ്ലസ് ടു NCERT ആണ് ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത്. ഇതിലൊക്കെ ലാംഗ്വേജ് വണ്ണെന്ന് ജനറൽ ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. ഞാൻ പറഞ്ഞ മാതിരി റീഡിംഗ് കോംപ്രഹൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനൊരു സിലബസ് ഇല്ല. ആ ഒരു സാധനം മാത്രമാണ് ഉള്ളത്. അങ്ങനെയുള്ള ഒരു സാധനമാണുള്ളത്, സിനോണിംസ് ആന്റണിംസ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇതിൽ നമുക്കൊരു സിലബസ് കയ്യിലുണ്ട്. നമ്മൾ പ്ലസ് ടു NCERT പുസ്തകം തറവായിട്ട് വായിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഫുൾ സ്കോർ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം ഫുൾ സ്കോർ ചെയ്ത ഒരുപാട് കുട്ടികളെ എനിക്കറിയാം, പേഴ്സണലി എനിക്കറിയാം. ഞാൻ ഗൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോൾ ഇതിൽ നമ്മൾ എഴുതേണ്ട 3 സബ്ജക്റ്റ് എടുക്കുക. 3 സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ സയൻസ് ആരാണെന്നുണ്ടെങ്കിൽ സയൻസ് സ്ട്രീം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് PCB എടുക്കാം, അല്ലെങ്കിൽ PCM എടുക്കാം. ഹ്യൂമാനിറ്റീസ് ആരാണെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്സ്, ഹിസ്റ്ററി ഇത് എടുക്കുക, ഇത് വേണ്ട എടുക്കാം. ഇതിൽ ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് എഴുതാം, 3 വേണം 3 എഴുതാം. നമ്മൾ എത്രത്തോളം പേപ്പേഴ്സ് എഴുതുന്നുണ്ടോ അത്രത്തോളം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉണ്ടാവുക. നിങ്ങൾ ഒരു സബ്ജക്റ്റിൽ മാത്രം സ്പെസിഫൈ ചെയ്തിട്ടാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റിൽ തറവായിട്ട് പഠിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഈ സെക്ഷൻ 2 എന്ന് പറയുന്ന ഡൊമൈൻ സബ്ജക്റ്റ് നിന്ന് നിങ്ങൾക്ക് 3 സബ്ജക്റ്റ് ചൂസ് ചെയ്യാം. മനസ്സിലായില്ലേ? 3 ചൂസ് ചെയ്യാം. അതിലും കൂടുതൽ ചൂസ് ചെയ്യാൻ പ്രശ്നമില്ല. പക്ഷേ ആഹ്, അതായിരിക്കും 3 ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഈ ഒരു ഇതിൽ സബ്ജക്റ്റ് ഉണ്ട്, ഏതൊക്കെയാണെന്നുള്ള 27 സബ്ജക്ട്സ് ആണ് ഇതിലുള്ളത് ഡൊമൈൻ സബ്ജക്റ്റിൽ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ ഏതൊക്കെയാണെന്ന്. പിന്നെ വരുന്നത് നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ സെക്ഷൻ 3 ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഗാറ്റ് എന്ന് പറയും. കഴിഞ്ഞ വർഷം വരെ GT എന്നായിരുന്നു അത് ഉണ്ടായിരുന്നത്, ജനറൽ ടെസ്റ്റ് എന്നാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്രാവശ്യം ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാക്കി മാറ്റിയതാണ്. അപ്പൊ അതില് GK ഉണ്ടാവും, കറന്റ് അഫയേഴ്സ് ഉണ്ടാവും, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും, ലോജിക്കൽ റീസൺ ഉണ്ടാവും. ഇതൊരു ഒറ്റ പേപ്പറാണ് കേട്ടോ, ബാക്കിയുള്ളത് പോലെയല്ല. ഇതൊരു ഒറ്റ പേപ്പറാണ്. ഗാറ്റ് എന്ന് പറഞ്ഞ ഒറ്റ പേപ്പറാണ്. അതിന്റെ ഉള്ളിൽ വരുന്ന ടോപ്പിക്സ് സിലബസ് ആണ് ഇത്. അപ്പോൾ ഇത് നിങ്ങൾ നമ്മളെ 10th ലെവൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. 10th +1 ആ ഒരു ലെവലുള്ള QA ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കറന്റ് അഫയേഴ്സ് അങ്ങനെ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ GK കാര്യങ്ങൾ, സ്റ്റാറ്റിക് GK കാര്യങ്ങളൊക്കെ. ലോജിക്കൽ റീസണിങ് അറിയാലോ. ലോജിക്കൽ റീസണിങ് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ, ഒരാൾ റൈറ്റ് നടന്നു, ലെഫ്റ്റ് നടന്നു, പിന്നെ റൈറ്റ് നടന്നു, അവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എങ്ങനെ നമുക്ക് അതിനെ ലോജിക്ക് വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ അല്ലേ, അതാണ് എല്ലാവരും ലോജിക്കൽ റീസണിങ്. അപ്പോൾ ഇവിടുന്ന് സെക്ഷൻ 1 ഒരു ലാംഗ്വേജും, സെക്ഷൻ 2 ഡൊമൈൻ ഒരു 3 ലാംഗ്വേജും, സെക്ഷൻ 3 ജനറൽ ടെസ്റ്റ് ഇത് ജനറൽ ടെസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ 5 സബ്ജക്റ്റ് ആയി. നമ്മൾ ഇങ്ങനെ 5 ചൂസ് ചെയ്യാനുള്ള ബെനിഫിറ്റ് വെച്ചാൽ നമുക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റികളിലേക്ക് അപ്ലൈ ചെയ്യാം. അതാണ് പ്ലസ് പോയിന്റ് ഇതിന്റെ. ഈ ഒരു രീതിയിൽ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5 ഒരാൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 5 ഇങ്ങനെ ചൂസ് ചെയ്താൽ വൺ ഓപ്പർച്യൂണിറ്റി, വൺ വേ മെനി ഓപ്പർച്യൂണിറ്റി. അതാണ് ഇതിലുള്ള മെയിൻ കാര്യം. ഇത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? സാറേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, എന്താണ്? ഞാൻ BA പൊളിറ്റിക്കൽ സയൻസ് ഡൽഹി യൂണിവേഴ്സിറ്റി നോക്കാനാണ്. ആ അവിടെ ഡൊമൈൻ സബ്ജക്ട് പറയുന്ന പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, സോഷ്യോളജി ഇതിൽ ഏതെങ്കിലും എഴുതാനാണ്. ആ അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് 3 എഴുതാൻ ലാംഗ്വേജും ജനറൽ ടെസ്റ്റും എഴുതണ്ടാന്ന്. അപ്പൊ കുഴപ്പമുണ്ടോ? അത് കുഴപ്പമില്ല. അതിൽ ആ യൂണിവേഴ്സിറ്റി, അതിൽ മറ്റൊരു കാര്യം ഞങ്ങൾ പറയാൻ പറ്റുക വെച്ചാൽ ഇതിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലേക്ക് വരുമ്പോൾ അവിടുത്തെ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബ്രോഷർ ഉണ്ട്. അപ്പൊ അവര് ചില ക്രൈറ്റീരിയ പറയും. ഡൽഹി യൂണിവേഴ്സിറ്റി മാത്രം നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയ കവർ ചെയ്യണം. അവർ ഏതൊക്കെ സബ്ജക്ട് സെലക്ട് ചെയ്യണം, നിങ്ങൾ ഈ ഒരു കോഴ്സ് നോക്കുന്നുണ്ടെങ്കിൽ അവർ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റി നോക്കുന്നെങ്കിൽ അവർ ഈ ഒരു സബ്ജക്ട് പറയുകയാണെന്നുണ്ടെങ്കിലും, ഡൊമൈൻ സബ്ജക്ട് മാത്രം എഴുതിയാൽ പറയുന്നുണ്ടെങ്കിലും, നിങ്ങൾ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും വെറുതെ എങ്കിലും എഴുതി വെക്കുക. നമുക്കൊരു സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് വേറെ യൂണിവേഴ്സിറ്റികളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ എഴുതി വെക്കുക എന്നുള്ളതാണ് കാര്യം. അപ്പൊ നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കുറച്ചുകൂടി കൂടാണ് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റി നോക്കുന്നതാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് എഴുതുക എന്നുള്ളതാണ് കാര്യം. മനസ്സിലായില്ലേ? ആ, മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, ഇതിന്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് CUT.NTA.AC.in സിലബസ് നമ്മൾ അടിക്കുമ്പോൾ അതിന്റെ സിലബസ് കാര്യങ്ങൾ കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ സിലബസ് ഉണ്ടാവും. ഇപ്പോഴത്തെ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിന്റെ ഹോം ലിഗമൊക്കെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇത് ഇതിന്റെ വെബ്സൈറ്റ് ആണ്, ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഇന്ത്യന്റെ. പിന്നെ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഒരു എക്സാമിൽ സെക്ഷൻ 1 എന്ന് പറയുന്നത് ലാംഗ്വേജ് 13 ലാംഗ്വേജ് സിലബസ് എന്ന് പറയുന്നത് റീഡിംഗ് കോംപ്രഹൻഷൻ, പാസേജ്, ഫാക്ച്വൽ, നറേറ്റീവ്, ലിറ്ററേച്ചർ, ആപ്റ്റിറ്റ്യൂഡ്, വോക്കബുലറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. ഇതിൽ 50 ചോദ്യങ്ങളാണ് ഉണ്ടാവും. നമുക്കുള്ള സമയം വെച്ചാൽ ഒരു പേപ്പറിന് നമുക്ക് 60 മിനിറ്റ് ഉണ്ടാവും, 1 മണിക്കൂർ. അതിൽ 50 ചോദ്യങ്ങൾ ഉണ്ടാവും. അതിൽ 50 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണം. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ സെക്ഷൻ 2 എന്ന് പറയുന്നത് നമുക്ക് 3 മനസ്സിലായില്ല? ഈ ഒരു എക്സാമിന്റെ പാറ്റേൺ വെച്ചാൽ ഇതിന്റെ 3 സെക്ഷൻസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒരാൾക്ക് മാക്സിമം 5 പേപ്പറാണ് എഴുതാൻ പറ്റുക. ഓരോ പേപ്പറിനും ഓരോ മണിക്കൂറാണ് ഉണ്ടാവുക എക്സാം ടൈം എന്ന് പറയുന്നത്.
ഓരോ മണിക്കൂറും ആണ് ഉണ്ടാവുക ഓരോ പേപ്പറിനും. മൊത്തത്തിൽ 5 പേപ്പറാണ് ഉള്ളത്. അതിൽ ഓരോ മണിക്കൂറാണ് ഉണ്ടാവുക. അതിൽ ഒരു പേപ്പറിലും 50 ചോദ്യം വെച്ചുണ്ടാവും. 50-ൽ 50 അറ്റൻഡ് ചെയ്യണം. ക്ലിയർ അല്ലേ? അതെന്താ ഡൗട്ട്? കാരണം നമുക്ക് ലാസ്റ്റത്തെ ക്ലിയർ ചെയ്യാം കേട്ടോ. ഞാൻ ഇത് പറഞ്ഞതിന് ശേഷം നമുക്ക് ലാസ്റ്റത്തെ എന്താണെന്നുള്ള സാധനം ക്ലിയർ ചെയ്യാം കേട്ടോ. പിന്നെ ഡൊമൈൻ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞില്ല, ഡൊമൈൻ സബ്ജക്റ്റ് ഇത് ഇതില് അതുപോലെ തന്നെയാണ്. 50 ചോദ്യങ്ങൾ ഉണ്ടാവും ഓരോ പേപ്പറിൽ. അപ്പോൾ 60 മിനിറ്റ് ആണ് ഉണ്ടാവുക. കറക്റ്റായാൽ എത്ര മാർക്ക് കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് പറഞ്ഞു തരാം. ആ മാർക്കിന്റെ സ്കീമിലേക്ക് നെക്സ്റ്റ് നമ്മൾ വരാം. അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റിലും 50 ചോദ്യം ഉണ്ടാവും. 1 മണിക്കൂറാണ് സമയം ഉണ്ടാവുക ഓരോ പേപ്പറിനും. അപ്പോൾ ഇതാണ് ഇതിന്റെ സിലബസ് കാര്യങ്ങൾ നോക്കുക. ആസ് പെർ ഇതിന്റെ ഡൊമൈൻ സബ്ജക്റ്റിന്റെ +2 NCERT ആണ് സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ മാർക്ക് സ്കീം പറഞ്ഞാൽ കറക്റ്റായാൽ 5 മാർക്കാണ്, തെറ്റിയാൽ 1 മാർക്ക് പോകും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, 50 ഒരു സബ്ജക്റ്റിൽ നമുക്ക് 250 മാർക്കാണ് വരിക. കറക്റ്റായാൽ 5 മാർക്ക്. അപ്പോൾ 5 × 50 എന്ന് പറയുമ്പോൾ 250-ലാണ് ഒരു സബ്ജക്റ്റ് വരിക. അപ്പോൾ നമ്മളൊരു 5 സബ്ജക്റ്റ് കൂട്ടുമ്പോൾ 1250-ലാണ് സ്കോർ വരിക ടോട്ടലായിട്ട്. 5 സബ്ജക്റ്റ് എഴുതാണെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ അത് ഓരോ എത്ര പേപ്പറാണ് എഴുതുന്നത് അതിനനുസരിച്ചിട്ടാണ് മാർക്ക് വരിക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വെച്ചാൽ ഓരോ സബ്ജക്റ്റിലും, ലാംഗ്വേജിലായാലും ഡൊമൈൻ സബ്ജക്റ്റിലായാലും ജനറൽ ടെസ്റ്റിലായാലും ഏതിലായാലും, ഓരോ സബ്ജക്റ്റിലും മാക്സിമം സ്കോർ ചെയ്യുക എന്നുള്ളതാണ് കാര്യം. കാരണം നമുക്ക് കോമ്പറ്റീഷൻ ആണ് നമ്മളവിടെ നോക്കുന്നത്. 15 ലക്ഷത്തിൽ ആ 1 ലക്ഷത്തിൽ നിങ്ങൾ പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം നല്ല സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. എത്ര ശതമാനം എന്നൊന്നുമില്ല. നമ്മൾ +2-ൽ നമ്മൾ വേണ്ടതാകെ എത്ര പറയാ 50% 60% മാർക്ക് +2-ൽ മതിയാവും. അത് കുഴപ്പമൊന്നുമില്ല. ഇതിലൊരു ശതമാനം എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ മാക്സിമം ഒരു 250-ൽ 200 മുകളിൽ കിട്ടിയാൽ നമുക്ക് ടോപ്പ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ കിട്ടും. ഇന്ത്യയിലെ ടോപ്പ് ആയിട്ടുള്ള ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തായാലും കയറാൻ പറ്റും 200-ന് മുകളിൽ നമുക്ക് മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു എങ്ങനെ വന്നാലും നിങ്ങളൊരു 180 മുകളിൽ എടുക്കുക എന്നുള്ളതാണ്. ഓരോ പേപ്പറിലും 180 മുകളിൽ സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിക്കുന്ന മാതിരി പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല ഇതിൽ. ഇത് ഈസി ആയിട്ടുള്ള ഒരു എക്സാം ആണ്. അപ്പോൾ അത്രയും കോംപ്ലിക്കേഷൻ ആക്കേണ്ട കാര്യമൊന്നും ഇല്ല. നിങ്ങൾക്ക് ഒരു PPT വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഒരു എക്സാമിന്റെ കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. മൈക്ക് ഓൺ ആക്കിയിട്ടോ ടെക്സ്റ്റ് ആയിട്ടോ എനിക്ക് ചോദിക്കാം. നമുക്ക് 9:41 10 o'clock വരെ സമയം ഉണ്ടാവും. നിങ്ങളെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇപ്പൊ എക്സാം സെന്റേഴ്സ് ഇല്ലേ, ആ അതിപ്പോ നമ്മുടെ ഡിസ്ട്രിക്റ്റിന് പുറത്ത് വരുമോ? നമുക്ക് അതിൽ പറയാനുള്ള കാര്യം വെച്ചാൽ നമുക്ക് ഈ കഴിഞ്ഞ വർഷം വരെ നമുക്ക് 4 ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ടാവും. ആ 4 ഓപ്ഷൻസിൽ എന്താ പറയാ, ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് ഫസ്റ്റ് വേണ്ട ഓപ്ഷൻ ഏതാണ് അത് കൊടുക്കുക. സെക്കൻഡ് ഓപ്ഷന് നമുക്ക് അതിൻ്റെ അടുത്തുള്ള സ്ഥലം. ഇപ്പം ഞാൻ ഉദാഹരണം എക്സാമ്പിൾ പറയാം. എൻ്റെ വീട് കാസർഗോഡ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അടുത്തുള്ളത് കാസർഗോഡാണ്. ഫസ്റ്റ് ഓപ്ഷൻ കാസർഗോഡ് വെച്ചു, സെക്കൻഡ് ഓപ്ഷൻ കണ്ണൂർ വെച്ചു, തേർഡ് ഓപ്ഷൻ കോഴിക്കോട്, ഫോർത്ത് ഓപ്ഷൻ മലപ്പുറം. അങ്ങനെ നമുക്ക് 4 ഓപ്ഷൻസ് ആയിട്ട് വെക്കുക എന്നുള്ളതാണ് കാര്യം. 4 ഓപ്ഷൻസ് ഉണ്ടാവും, ഇതുണ്ടാവും, ഓർഡർ വൈസ് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് വേണ്ടിയ പ്രയോറിറ്റി കൊടുത്തിട്ട് ആ ഒരു രീതിയിൽ വെക്കുക എക്സാം സെന്റേഴ്സ്. എക്സ്ക്യൂസ് മീ സർ, പറഞ്ഞോളൂ. ഈ മൂന്ന് ഇത് സബ്ജക്റ്റ് കാണിച്ചല്ലോ. അപ്പൊ അതിൽ ഇത് നമുക്ക് ഡൊമൈൻ സബ്ജക്റ്റ് മാത്രമായിട്ട് എഴുതാൻ പറ്റും? എഴുതാൻ പറ്റും, എഴുതുന്നതിന് വിഷയമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല. പക്ഷെ വിഷയം എന്ന് വെച്ചാൽ അതിൽ ചില യൂണിവേഴ്സിറ്റികൾ പറയും ഇംഗ്ലീഷ് എഴുതണം, 3 ഡൊമൈൻ എഴുതണം, അതുപോലെ തന്നെ ജനറൽ ടെസ്റ്റ് എഴുതണം. അപ്പൊ ഈ ജനറൽ ടെസ്റ്റ് മസ്റ്റ് അല്ലേ? മസ്റ്റ് അല്ല, എല്ലാ യൂണിവേഴ്സിറ്റീസും മസ്റ്റ് ആയിട്ട് പറയുന്നില്ല. ചില യൂണിവേഴ്സിറ്റികളെ പറയുന്നുള്ളൂ. അപ്പോൾ ഈ ഡൊമൈൻ സബ്ജക്റ്റ് മാത്രം എഴുതിയാലും റാങ്ക് ലിസ്റ്റിൽ വരാം? റാങ്ക് ലിസ്റ്റ് എന്നല്ല, നമ്മളത് ഓരോ യൂണിവേഴ്സിറ്റിക്ക് സെപ്പറേറ്റ് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റി അവരുടെ ക്രൈറ്റീരിയയിൽ ഡൊമൈൻ സബ്ജക്റ്റ് മാത്രം മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് വെച്ച് അപ്ലൈ ചെയ്യാം, വിഷയമില്ല. അപ്പോൾ നമ്മൾ CUET-ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നത് വെച്ചിട്ട് ആ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ പ്രൊസീജിയർ കൂടി മനസ്സിലാക്കിയിരിക്കണം. യെസ്, അതന്നെ. നമ്മൾ ആ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ NTA-ന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുമ്പോൾ അതിന്റെ ഉള്ളിൽ തന്നെ യൂണിവേഴ്സിറ്റീസിന്റെ ഇതിൽ ക്രൈറ്റീരിയ ഉണ്ടാവും. അവിടെ ഒരു BA ഹോണേഴ്സ് ഇന്റർനാഷണൽ റിലേഷൻസ് അല്ലെങ്കിൽ BA ഹോണേഴ്സ് പൊളിറ്റിക്കൽ സയൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഇംഗ്ലീഷ് എടുക്കണം, ഡൊമൈൻ സബ്ജക്റ്റിൽ ഈ പേപ്പർ എഴുതണം, ജനറൽ ടെസ്റ്റിൽ ഇത് എഴുതണം. ചില സ്ഥലത്ത്
എന്താ പറയാ, ഈ ഡൊമൈൻ സബ്ജക്ട് പൊളിറ്റിക്കൽ സയൻസ് മാത്രം എഴുതിയാൽ മതി എന്ന് പറയും. ചില ജനറൽ സമയത്ത് ജനറൽ സബ്ജക്റ്റിൽ പേപ്പറിൽ ഇത് ഓപ്ഷൻസ് ഇല്ലല്ലോ, അത് ഒറ്റ പേപ്പർ അല്ലേ? അത് ഒറ്റ പേപ്പറാണ്. ഓക്കെ. ചൂസ് ചെയ്യാം, അത് ഒറ്റൊരു പേപ്പറാണ് ജനറൽ ടെസ്റ്റ്. അതുപോലെ തന്നെ ലാംഗ്വേജിൽ 13 ലാംഗ്വേജ് ഉണ്ടാവും, അത് ഇംഗ്ലീഷ് പറയുന്നത് ഒറ്റൊരു പേപ്പറാണ്, അതിനുള്ളിൽ സബ്ജക്ട് വരും. പക്ഷേ ഡൊമൈൻസിലാണ് ഒരുപാട് സബ്ജക്റ്റ് ഉള്ളത്. നമ്മളെ +2 NCERT സിലബസ് ഓക്കെ, +2 നമ്മൾ സബ്ജക്ട്സ് എടുക്കുന്ന ആണ് കോർ ഉള്ളത്. സബ്ജക്ട് ഏതാണ് എന്നുള്ളത് ഡൊമൈൻ സബ്ജക്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യണം. അതെ അതെ, നമ്മൾ ആ ക്രൈറ്റീരിയ നോക്കാം. ഞാൻ ഇത് ഈ ഇങ്ങനെ അങ്ങനെ പറഞ്ഞത് 5 എഴുതാൻ ഞാൻ പറഞ്ഞു വെച്ചാല് നമുക്ക് ഒരുപാട് ചാൻസസ് കിട്ടും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു 5 പേപ്പർ എഴുതുന്നതോട് കൂടി നമുക്ക് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളിലേക്കും അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനാണ് വരിക. ഓക്കെ, ഒരുപാട് താങ്ക് യു. ഓപ്ഷൻസ് കുറച്ചുകൂടി കൂടി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 5 പേപ്പർ എഴുതാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? താങ്ക് യു, താങ്ക് യു. ഓക്കെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒരു സയൻസ് പഠിക്കുന്ന കുട്ടിയാണ്. ആ അപ്പോൾ അവർ സയൻസിലും നോക്കുന്നുണ്ട്. ഇപ്പം എഞ്ചിനീയറിംഗ് വരുന്നുണ്ട് ഇതിൽ, പിന്നെ ഫിസിക്സ് കെമിസ്ട്രി ഇൻ്റഗ്രേറ്റഡ് അതൊക്കെ വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ BBA LLB അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻ നോക്കാണ്ട്. അപ്പം നമ്മൾ ഈ ഡൊമൈന് 3 എഴുതാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഒക്കെ ആണെങ്കിൽ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ഒരുവിധ എല്ലാ യൂണിവേഴ്സിറ്റിക്കും മാൻഡേറ്ററി ആണ്. അപ്പം നമ്മൾ മറ്റേതിലേക്ക് പോവാൻ നമുക്ക് എങ്ങനെ ഡൊമൈൻ കിട്ടും? കാരണം നമുക്ക് ഡൊമൈൻ 3 സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ അത് അത് ഇതിൽ വന്നൊരു മിസ്റ്റേക്കാണ്. മുമ്പ് വെച്ചാൽ നമുക്ക് ഏകദേശം 9 പേപ്പറുകളോളം, ഞാനൊക്കെ ചെയ്യുന്ന സമയത്ത് ഏകദേശം 9 പേപ്പർ ഒരാൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ ഈ ഒരു പ്രശ്നം വരുന്നില്ലായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ഈ 5 പേപ്പർ ആക്കുന്നതോട് കൂടി വന്നൊരു ബുദ്ധിമുട്ട് അതാണ്. അപ്പോൾ ഈ LLB ഒക്കെ നോക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അത് പ്രശ്നം ഉണ്ടാവില്ല. കാരണം LLBക്കുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസും ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റുമാണ് ക്രൈറ്റീരിയ ആയിട്ട് വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഒരു ലീഗൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു പേപ്പർ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ വർഷം ഒഴിവാക്കിയതോടുകൂടി അത് ഡൊമൈനായിട്ട് എഴുതണ്ട. അപ്പോൾ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റ് എഴുതിയാൽ LLBയിലേക്ക് പോകാൻ പറ്റും. പക്ഷെ ബാക്കിയുള്ള കോഴ്സുകളിലേക്ക് പോകുമ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ ഇങ്ങനത്തെ ഒരു സംഭവം വരും, ഡൊമൈൻ സബ്ജക്ട് സെലക്ട് ചെയ്യുന്ന സംഭവം വരും. അല്ല, ഇപ്പൊ ഈ സയൻസ് കുട്ടികൾ ഏറ്റവും കൂടുതൽ പിന്നെ പോകുന്ന സാധനം സൈക്കോളജിയാണ്. പിന്നെ Yeah. നമ്മുടെ ഇപ്പോഴത്തെ ഇന്റഗ്രേറ്റഡ് BEd, ആ ഇന്റഗ്രേറ്റഡ് BEdന് എന്തോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് NCT അങ്ങനെ NCT അങ്ങനെ ഒരു അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ പിന്നെ ഡൊമൈനിലെ കോർ എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ കുട്ടിക്ക് അപ്പോൾ ചെയ്യാൻ പറ്റുക? അപ്പോൾ ഈ സയൻസ് എടുത്തവന് സയൻസ് റിലേറ്റഡ് മാത്രമാവുന്ന ഒരു കണ്ടീഷനിലേക്കല്ല പോണത്, നീറ്റ് JEE പോലെ തന്നെ. അതെ നമ്മൾ അതെ ഡൊമൈൻ പണ്ട് മൂത്ത കുട്ടിയൊക്കെ ഡൊമൈൻ ഇഷ്ടം പോലെ എഴുതിയിരുന്നു. സൈക്കോളജിക്ക് വേണ്ടിയിട്ടുള്ളത് ഉണ്ടായിരുന്നു, ഇന്റഗ്രേറ്റഡിന് ഉണ്ടായിരുന്നു, ഇന്റഗ്രേറ്റഡ് BEdന് ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ഇല്ലാത്തത് കൊണ്ട് ഈ CUET കൊണ്ട് ഇപ്പൊ ഒരു പ്രത്യേകിച്ച് കാര്യമല്ല. പണ്ട് പറയാ എന്ത് കോഴ്സിനും പോവാ CUET എഴുതിയാൽ. ഇപ്പൊ ഡൊമൈൻ റെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ട് നീറ്റ് JEE പോലെ തന്നെ ഒരു ചുരുങ്ങി വരികയാണല്ലോ. അതെ. അത് മെയിനായിട്ട് അവരങ്ങനെ ചെയ്ത് വെച്ചാൽ ഒന്നാമത് ബാക്കിയുള്ള സ്ട്രീമുകളിലുള്ളവരൊക്കെ ഹ്യൂമാനിറ്റീസിലൊക്കെ വരുമ്പോൾ ഹ്യൂമാനിറ്റീസ് പ്രയോറിറ്റി കൊടുക്കുന്ന ആൾക്കാർക്ക് അതൊരു തടസ്സമാവുന്ന രീതിയിലാണ് അവരങ്ങനെ ചെയ്തത്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ നമുക്കതിന് മറ്റൊരു ഓപ്ഷൻ ഇല്ല. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ NCTയിലേക്ക് വരുമ്പോൾ NCTയിൽ നമ്മൾ പറയാനുള്ള മറ്റൊരു കാര്യം വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ അതിൽ ലാംഗ്വേജ് BA BEdലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ BSc BEd പേപ്പേഴ്സ് എഴുതിയാൽ നമുക്ക് BA BEdലേക്ക് പോകാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് NCTന്റെ കാര്യത്തിൽ കേട്ടോ. പക്ഷെ ഇതിൽ അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഉള്ളത്. സൈക്കോളജിക്ക് വേണ്ട ഡൊമൈൻ ഏതൊക്കെയാണ് മെയിൻ ആയിട്ട്? പൊതുവെ മെയിനായിട്ട് ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും സൈക്കോളജിയാണ് ചോദിക്കാറുള്ളത്. ഓക്കെ ഓക്കെ ചില ഓക്കെ, താങ്ക് മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റി എനിക്ക് തോന്നുന്നു സൈക്കോളജി മാത്രം ചോദിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതിയാവും, ജനറൽ ടെസ്റ്റ് ഒഴിവാക്കിയിട്ട് എന്താ പറയാ, ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒഴിവാക്കിയിട്ട് 3 സയൻസ് സബ്ജക്റ്റുകളും ഒരു സൈക്കോളജിയും പിന്നെ ജനറൽ ടെസ്റ്റ് എഴുതാം. അല്ലെങ്കിൽ ജനറൽ ടെസ്റ്റ് ഒഴിവാക്കിയിട്ട് അത് നിങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് കയറി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് യൂണിവേഴ്സിറ്റിയാണ് കൂടുതൽ ഇംഗ്ലീഷും അല്ലെങ്കിൽ സൈക്കോളജി ചോദിക്കുന്നത്, സൈക്കോളജി ജനറൽ ടെസ്റ്റ് ഏതൊക്കെയാണ് ചോദിക്കുന്നത്. അല്ല, ഒരുവിധ മേജർ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഇംഗ്ലീഷ് ചോദിക്കുന്നുണ്ട്. നല്ല നല്ല യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഇംഗ്ലീഷ് ചോദിക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്താലും ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും ഒഴിവാക്കുമ്പോൾ നമുക്ക് പല നല്ല യൂണിവേഴ്സിറ്റീസും ഒഴിവായി മിസ്സാവും. പോകും. ഈ അതാണ്. അപ്പൊ ഇപ്പൊ പണ്ടത്തെ ഒരു ഫ്ലെക്സിബിലിറ്റി CUETക്ക് ഇല്ലാതായിട്ടുണ്ട്. ഇല്ല ഇല്ല, അത് ചിലപ്പോൾ ആ ഇപ്രാവശ്യം ചിലപ്പോൾ മാറ്റമായിരിക്കും. എല്ലാവരും മാസ് മെയിലിംഗ് ഒക്കെ നടത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാറ്റമായിരിക്കും. പക്ഷെ നമുക്ക് അതിലൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു. ഹലോ, പറഞ്ഞോളൂ. ഞാൻ 2 കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, ആ പിന്നെ +2 കഴിഞ്ഞിട്ട് എത്ര വർഷം വരെ ഡിലേ ആവാം CUETക്ക്? അങ്ങനെ ക്രൈറ്റീരിയ ആയിട്ട് വെച്ചിട്ടില്ല. മാക്സിമം ഒരു 3 ഇയർ ഒക്കെ ഡിലേ ആവുന്നതിന് കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. 3 ഇതുവരെ ഇയറിന് വരെ? നിലവിൽ ഇതുവരെ അങ്ങനെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടില്ല. 3 to 5 ഇയർ ഒക്കെ കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. അത് വിഷയം വരുന്നത് ഇതില് വിഷയമില്ല, നിങ്ങൾ NTക്ക് വിഷയമില്ല. അത് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയാണ് ഡിഗ്രിക്ക് കൊടുക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയിൽ ചിലപ്പോൾ ക്രൈറ്റീരിയ ഉണ്ടാവും. ഓക്കെ.
അവിടെയാണ് നമുക്ക് വിഷയം വരിക. ഒരുപാട് കുട്ടികൾ ഇപ്രാവശ്യം എഴുതിയിട്ട് എൻട്രൻസ് എഴുതിയതിനു ശേഷം ഏകദേശം 24-25 വയസ്സൊക്കെ ആയത് കാരണം ഈ ചില യൂണിവേഴ്സിറ്റികൾ എടുത്തിട്ടില്ല. അവര് ഇത്ര 2025 ഇത്ര ആയവർക്ക് മാത്രമേ അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ടായിരുന്നു. സോറി, ഓക്കെ ക്രൈറ്റീരിയ ഓക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിക്കാണ് ആ ഒരു വിഷയം പോവുക. ഇതിൽ CUT എഴുതുമ്പോൾ ഒരു ഏജ് ക്രൈറ്റീരിയ പറയുന്നില്ല. ഓക്കെ. രണ്ടാമത്തെ സംഗതി, ഇപ്പൊ ഇന്നത്തെ വെബിനാറിന്റെ റെക്കോർഡിംഗ് ഉണ്ടാവുമോ? എവിടെയെങ്കിലും കിട്ടാനുണ്ടാവുമോ? ഇത് എനിക്കറിയില്ല. ഇതിന്റെ കോർഡിനേറ്റേഴ്സ് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. യെസ് നമുക്ക് അത് 2 ദിവസത്തിന് ശേഷം യൂട്യൂബിലേക്ക് നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു. സിജിയുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവാറുണ്ട് നോർമലി എല്ലാ സൺഡേസിൻ്റെതും. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. വേറെ ആരും ഡൗട്ട്സ് ഉണ്ടോ? ഞാൻ കുറെ ഡൗട്ട്സ് ഇതിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒന്ന് മൈക്ക് ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയ. നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് തന്നെയാണ് നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ. ഓപ്പണായി ചോദിക്കുക എന്താണെങ്കിലും. ഹലോ, പറഞ്ഞോളൂ. ഈ CUET കമ്പയർഡ് ടു വേറെ കോളേജസ്, ഗവൺമെന്റ് കോളേജസും കേരളയും പ്രൈവറ്റ് കോളേജസും എഞ്ചിനീയറിംഗിന് നല്ലതാണോ? ലൈക് എഞ്ചിനീയറിംഗിന് പ്ലേസ്മെന്റും കാര്യങ്ങളും. പ്ലേസ്മെന്റ് കമ്പയർ ചെയ്യുമ്പോൾ പൊതുവേ നമ്മൾ എഞ്ചിനീയറിംഗ് നമ്മൾ പ്രിഫർ ചെയ്യാറുള്ളത് NITSും അതുപോലെ തന്നെ IITs ഒക്കെയാണ്. ഓക്കെ എന്നാലും ഓക്കെ. NITs IITs കഴിഞ്ഞാൽ തന്നെയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഈ ഒരു കാര്യത്തിൽ വരിക. അല്ല, കമ്പയർഡ് ടു ഇവിടത്തെ ഡീംഡ് ഓട്ടോണമസ് പ്രൈവറ്റ് കോളേജസ് അത് അങ്ങനെ കമ്പയർഡ്. നോക്കുമ്പോ കുഴപ്പമില്ല. നമ്മൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാനുള്ള കാരണം വെച്ചാല് പ്ലേസ്മെന്റ് കാര്യത്തിൽ ചിലപ്പോൾ എനിക്ക് ചെറിയ ഓരോ ഡിപ്പെൻഡ്സ് ഓൺ ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന് അനുസരിച്ചാണ് പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ. നാട്ടിലെ ചില കോളേജുകളെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല യൂണിവേഴ്സിറ്റീസ് തന്നെയാണ്. കമ്പ്യൂട്ടർ സയൻസിന് എങ്ങനെ? കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. കമ്പ്യൂട്ടർ സയൻസിന് കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലൊക്കെ സിലബസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് NEP സിലബസ് ഒക്കെ നേരത്തെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പൊ കമ്പാരറ്റീവ്ലി ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിരിക്കും നല്ലത് ഈ എല്ലാ ഫോർ എഞ്ചിനീയറിംഗ്? എഞ്ചിനീയറിംഗിന് ഞാൻ അങ്ങനെ ചോദിച്ചാൽ പക്ഷെ ജാമ്യ എനിക്ക് തോന്നുന്നു CUT ത്രൂ അല്ലെന്നാണ് തോന്നുന്നത്. ജാമ്യ ഇസ്ലാമിയ അതുപോലെ തന്നെ അലിഗഡ് യൂണിവേഴ്സിറ്റി. അതിന്റെ ബ്രോഷർ ഉണ്ട്, വേണമെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അയച്ചുതരാം എഞ്ചിനീയറിംഗിന്റെ. പക്ഷെ ഓക്കെ. പേഴ്സണലി ഞാൻ നിങ്ങളോട് പ്രിഫർ ചെയ്യുക എഞ്ചിനീയറിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ NITസോ അല്ലെങ്കിൽ IITs ഒക്കെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഓക്കെ ടോപ്പ് ആയിട്ടുള്ള ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിനായിരിക്കും. ഓക്കെ ഓക്കെ. കാരണം നമ്മൾ താങ്ക് യു. അതിലൊരു പ്ലേസ്മെന്റ് കൂടി ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റി കോഴ്സസ് റിസർച്ച് അല്ലെങ്കിൽ വേറെ വർക്കിന് പോകുന്ന രീതിയിലാണല്ലോ. പക്ഷെ ഇതങ്ങനെ അല്ലല്ലോ. ഓക്കെ ഓക്കെ. താങ്ക് യു. ഹലോ സാർ. ഹലോ. പറഞ്ഞോളൂ. ഞാനിപ്പോ +2 ഹ്യൂമാനിറ്റീസ് സ്റ്റുഡന്റ് ആണ്. അതെ. അപ്പോ ഇപ്പൊ മാത്സ് കോമ്പിനേഷനിൽ എക്കണോമിക്സ് ഡിഗ്രി ചെയ്യാന് +2 +1 മാത്സ് പേപ്പർ മിനിമം മാർക്കിൽ ക്ലിയർ ചെയ്യണോന്ന് പറഞ്ഞിട്ടൊരു ഇത് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിന് അതിന്റെ ഓപ്ഷൻ ഇല്ല. ഇനിയിപ്പോ ഫസ്റ്റ് ഇയർ ചെയ്യുന്ന കുട്ടിക്ക് മുതലേ ആ ഓപ്ഷൻ ഉള്ളൂ. മനസ്സിലായി. അത് ഈ വർഷമാണ് ഇംപ്ലിമെന്റ് ചെയ്തത്. അപ്പോ അത് ഈ ഒരു വിഷയം വരുന്നത് ഇപ്പോ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ആ ഒരു മെയിൻ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ചില കോളേജുകളിലൊക്കെ ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ വർഷം കൂടി അത് ചിലപ്പോൾ അവരെന്തെങ്കിലും ഇത് വെക്കുന്നുണ്ടാവായിരിക്കും. പക്ഷേ ഇപ്പൊ നിലവിലുള്ള ഒരു ഇത് വെച്ചിട്ട് മോസ്റ്റ് ഓഫ് ദി ഡൽഹി യൂണിവേഴ്സിറ്റി മാത്രമാണ് അങ്ങനെ ഒരു ക്രൈറ്റീരിയ ചോദിക്കുന്നത്, എക്കണോമിക്സിന് മാത്സ് വേണമെന്നുള്ളത്. അപ്പൊ ബാക്കി യൂണിവേഴ്സിറ്റികൾ ചോദിച്ചു തുടങ്ങിയിട്ടില്ല. ചിലപ്പോൾ വരും വർഷങ്ങളിൽ ചോദിച്ചേക്കാം. ഓക്കെ. ഹലോ. പറഞ്ഞോളൂ. സർ, ഞാൻ മുനീറ. ആ. +2 കഴിഞ്ഞിട്ട് ഇപ്പൊ 8 ഇയറോളമായി. +2ന് സൈക്കോളജി ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ഹ്യൂമാനിറ്റീസിൽ. അപ്പോ എനിക്കിപ്പം ഇന്റഗ്രേറ്റഡ് MSc ഇന്റഗ്രേറ്റഡ് സൈക്കോളജി ചെയ്യണമെന്നുണ്ട്. അപ്പം ഏജ് ഒരു പ്രോബ്ലം ആയിട്ട് വരുമോ? CUT എഴുതാണെങ്കിൽ തന്നെ ഏജ് 8 പ്രോബ്ലം years ആയിട്ട് ഗ്യാപ്പ് വരുമോ? ഉണ്ടല്ലേ? അതെ, 8 years ഗ്യാപ്പ് ഉണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യാം. ഞാൻ കുറച്ച് യൂണിവേഴ്സിറ്റീസ് പേര് പറയാം, അതിന്റെ ബ്രോഷർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ജാമിയ, അലിഗഡ്, ഓക്കെ HU, പഞ്ചാബ്, ഓക്കെ ആ, ഓക്കെ
ഈ ഒരു 4 യൂണിവേഴ്സിറ്റികളും ചെക്ക് ചെയ്ത് സർ നോക്കുക. അതില് ഇവിടേക്ക് ഇന്റഗ്രേറ്റഡ് MSc സൈക്കോളജി ഉണ്ടോ? സൈക്കോളജി ഉണ്ട്. അതിൽ 2-3 ഇന്റഗ്രേറ്റഡ് ആണെന്ന് അറിയില്ല. ചിലയിടത്ത് UG ആണ്, ചിലയിടത്ത് HCലൊക്കെ ഇന്റഗ്രേറ്റഡ് ഉണ്ട്. ഓക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ. ഈ ഏജ് പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ടോ സർ? ആ ഒരു 8 ഇയർ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ചാൻസ് കാണുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികൾ മാത്രമല്ല, ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികൾ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചിലപ്പോൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഇളവ് ഓക്കെ തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അലിഗഡ് യൂണിവേഴ്സിറ്റി ഒക്കെ പൊതുവെ ഇളവ് കൊടുക്കാറുണ്ട്, അത്യാവശ്യം നല്ല ഇളവ് കൊടുക്കാറുണ്ട്. ഓക്കെ ഓക്കെ സർ. ഞാൻ നമ്പർ ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങള് ഇതിന്റെ PDF ഉണ്ട് എൻ്റെ കയ്യിൽ. അതുപോലെ തന്നെ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഉള്ളത് എൻ്റെ ഒരു PDF ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അയച്ചു തരാം. ഞാൻ എൻ്റെ നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്. വേറെ ഡൗട്ട്സ് കാര്യങ്ങളെല്ലാം ചോദിക്കട്ടോ. നമുക്കില്ലെങ്കിൽ സാർ എത്ര മണിക്കാണ് വൈൻഡപ്പ് ചെയ്യുന്നത്? കുഴപ്പമില്ലല്ലോ ഡൗട്ട്സ് ചോദിക്കുന്നതിൽ. കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ഓക്കെ. സാറേ ആ പറഞ്ഞോളൂ. ഹലോ സാർ, സർ ഈ MSc ഫുഡ് ടെക്നോളജിക്ക് ഏത് കോളേജാണ് ആപ്റ്റ് ആയിട്ടുള്ളത്? MSc കാണോ? ആ MSc ഇത് PG സബ്ജക്ട് PG ആണോ ചോദിക്കുന്നത്? ആ PG ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഉണ്ട് തോന്നുന്നുണ്ട് MSc. അതുപോലെ തന്നെ BHUവിൽ ഉണ്ട്, പഞ്ചാബിലുണ്ട് തോന്നുന്നുണ്ട്. നിങ്ങളത് CUT PGയിലെ ഇതിലൊന്ന് വെബ്സൈറ്റിൽ നോക്കിയാൽ മതി. CUT PG ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അതിൽ ഉണ്ടാവും. നിങ്ങളെല്ലാം അങ്ങനെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞാൻ ഇതാക്കി തരാം. വേറെ ഡൗട്ട്സ് ഉണ്ടോ ചോദിച്ചോളൂ കേട്ടോ, പെട്ടെന്ന് ചോദിച്ചോളൂ കേട്ടോ. ഹലോ ആ സർ. പറഞ്ഞോളൂ. ക്ലിയർ അല്ല, വോയിസ് ക്ലിയർ അല്ല കേട്ടോ. വോയിസ് ക്ലിയർ അല്ല കേട്ടോ. വോയിസ് ക്ലിയർ അല്ല തോന്നുന്നുണ്ട് കേട്ടോ. ഹലോ, ഇത് എന്റെ നെറ്റ്വർക്ക് ആണോ അല്ല എന്താണെന്ന് അറിയില്ല, വോയിസ് ക്ലിയർ ആവുന്നില്ല. ഹലോ ആ ഇല്ല നിങ്ങളൊന്ന് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഒന്ന് ഓൺ ആക്കിട്ടോ. ഹലോ ക്ലിയർ ആവുന്നില്ല, കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഒന്ന് ഇതാക്കിയാൽ മതി. ഒന്നുകൂടെ മൈക്ക് ഓൺ ആക്കി പറഞ്ഞാൽ മതി. ഹലോ സാർ, പറഞ്ഞോളൂ. +2 കൊമേഴ്സ് എടുത്ത വിദ്യാർത്ഥിയാണ്. ആ അപ്പോ എനിക്ക് BCom വിത്ത് ACCA പഠിക്കാനാണ് താല്പര്യം. ഓക്കെ. അപ്പൊ അതിനെ പറ്റിയ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഏതേലും? അതിന് പറ്റിയ യൂണിവേഴ്സിറ്റി ഞാൻ പറഞ്ഞുതരാം. പൊതുവെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറഞ്ഞ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ SRCC എന്ന് പറയും. SRCC കോളേജാണ്, ഡൽഹി യൂണിവേഴ്സിറ്റി അണ്ടറുള്ള കോളേജാണ്. SRCC. യെസ് ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് എന്ന് പറയും. അത് വൺ ഓഫ് ദി ടോപ്പ് ആണ്. അവിടെ ഏകദേശം UGക്കാർക്കൊക്കെ 35 LP ഒക്കെ പ്ലേസ്മെന്റ് കിട്ടിയവരുണ്ട്. അപ്പൊ അത് അത്യാവശ്യം നല്ലതാണ്. എത്ര ശതമാനം മാർക്ക് വേണ്ടി വരും? മാർക്ക് നമുക്ക് +2ലെ മാർക്ക് വിഷയമല്ല. +2 60% മതി. പക്ഷെ നിങ്ങൾ ആ എൻട്രൻസിൽ നിങ്ങൾ അത്യാവശ്യം നല്ല മാർക്ക് എടുക്കേണ്ടി വരും. കാരണം ടോപ്പ് ആയിട്ടുള്ളതാണ്. കൊമേഴ്സിൽ എല്ലാവരും നോക്കുന്ന സ്ഥലമാണ് അത്. അപ്പോ അതാണ്. അതുപോലെ തന്നെ ബാക്കി ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്ത് ഞാനൊരു PDF അയച്ചു തരാം നിങ്ങൾക്ക്. ACCA ഉണ്ടാവില്ല അല്ലേ? ACCA എന്നല്ല, ACCA നമ്മളത് പുറത്തുനിന്ന് പാർട്ടായിട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ്. അതിന്റെ കൂടെ കിട്ടൂല, നമ്മൾ പാർട്ട് ടൈം ആയിട്ട് കൂടെ കൊണ്ടുപോകേണ്ട ഒരു സാധനമാണ്. അത്യാവശ്യം നല്ലതാണ്. ഞാൻ പറഞ്ഞ SRCC എന്ന് പറഞ്ഞത്. പിന്നെ ഹൻസ്രാജ് കോളേജ് ഒക്കെ കൊമേഴ്സിന് നല്ലതാണ്. ഹൻസ്രാജ് കോളേജ്. നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റീസിന്റെ ഏതൊക്കെ ബെസ്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെന്ന് കോൺടാക്ട് ചെയ്താൽ ഞാൻ അതിന്റെ PDF സാധനങ്ങൾ അയച്ചു തരാം. ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ. നമുക്ക് വേറെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. സാറെ നമ്പർ ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. സർ, പറഞ്ഞോളൂ. ഞാന് +2 സയൻസ് ബയോളജി സ്റ്റുഡന്റ് ആണ്. അതെ.
ഞാൻ ഡാറ്റ സയൻസാണ് നോക്കുന്നത്. അന്നപ്പോൾ ഡൊമൈൻ സബ്ജക്റ്റ് ആയിക്ക് കെമിസ്ട്രിയും ഫിസിക്സും മാത്സും എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ആ അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം വരുമോ അഡ്മിഷന്? ഏത് ആ, കോളേജ് അത് ബെസ്റ്റ്? നിങ്ങൾ നോക്കുന്ന യൂണിവേഴ്സിറ്റീസിൽ ഏതാണെന്ന് നോക്കുക, അവിടുത്തെ ക്രൈറ്റീരിയ ഒന്ന് ചെക്ക് ചെയ്യാം. എനിക്കൊന്ന് മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് CS ആയിരിക്കും പേപ്പർ പറയുന്നുണ്ടാവുക. അന്നേരം +2 ഈ CS ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതിനെ കൊണ്ട് ചാൻസ് കുറയോ? ചാൻസ് കുറയണോ ചോദിച്ചാല് ചില യൂണിവേഴ്സിറ്റികൾ അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ വെക്കുന്നുണ്ട്, ഈ +2 ഇതന്നെ പഠിക്കണമെന്ന്. ചിലയിടത്ത് അത് പറയുന്നത്, ഇപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ തോന്നുന്നു, എനിക്ക് പറയുന്നില്ല, അവിടെ BSc കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട് തോന്നുന്നുണ്ട്, UGക്ക് BCA കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. അപ്പൊ അതില് അങ്ങനെ ക്രൈറ്റീരിയ എടുത്ത് പറയുന്നില്ല. ഓക്കെ സർ. അപ്പൊ ഡിപ്പെൻസ് ഓൺ യൂണിവേഴ്സിറ്റീസ്. ആ ഒരു യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കയറിയാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ താങ്ക്സ്. ഞാൻ പറഞ്ഞു യൂണിവേഴ്സിറ്റികളുടെ ഒക്കെ PDF വേണമെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു PDF തന്നെ ഉണ്ട്, അതിലെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ടുണ്ട്, ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണല്ലോ. നിങ്ങൾ തന്നെ ഒന്ന് DM ചെയ്താൽ ഞങ്ങൾക്ക് അയച്ചുതരാം. അത് പറഞ്ഞാൽ ക്ലിയർ ആവുമല്ലോ, കുറേ ഉണ്ട്. ഇപ്പോൾ കുറേ ആൾക്കാർ ബെസ്റ്റ് കോളേജുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ അത് അങ്ങനെ നിങ്ങൾ നിങ്ങൾ മെസ്സേജ് അയച്ചുതരാം. നമുക്കൊരു പരിമിതി ഹലോ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. പറഞ്ഞോളൂ. ഹലോ, ഡിസൈൻ കോഴ്സുകൾ വല്ലതും സജസ്റ്റ് ചെയ്യാനുണ്ടോ ഏതെങ്കിലും കോളേജുകളിൽ? എങ്ങനെയാണ് ഡിസൈൻ ഡിസൈനിന്? ജാമ്യയില് ബാച്ചിലർ ഓഫ് ഡിസൈൻ മനസ്സിലായി. ജാമ്യയില് ഉണ്ട് തോന്നുന്നുണ്ട്, ജാമ്യ മിൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയില്. പ്ലേസ്മെന്റ് ഒക്കെ എങ്ങനെയായിരിക്കും? പ്ലേസ്മെന്റ് അത്യാവശ്യം കുഴപ്പമില്ല, അവരെ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് ഒക്കെ തരുന്നുണ്ട്. പക്ഷെ ആ, ഡിസൈനിന് എനിക്കൊന്ന് BDS ഏതൊരു വേറെ എൻട്രൻസ് എക്സാം ഉണ്ട്, NID. അതിന്റെ എഴുതുന്നതായിരിക്കും ഡിസൈന് ബെസ്റ്റ്. എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഓക്കെ താങ്ക് യു. ഇതിലേക്ക് ഇങ്ങനെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾക്കൊക്കെ അതിൻ്റെതായ എക്സാംസ് തന്നെ എഴുതുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ താങ്ക് യു. വേറെ ഡൗട്ട്സ് ഉണ്ടോ? ഹലോ സാർ, പറഞ്ഞോളൂ. ഈ BA ആർക്കിയോളജിക്ക് ഏതൊക്കെ സബ്ജക്ട് എഴുതണ്ടേ? അതിന്റെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസും പറയാവോ? BA ആർക്കിയോളജിക്ക് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ആർക്കിയോളജിക്ക് അത് ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള സാധനമല്ലേ, ഹിസ്റ്ററി പേപ്പർ എഴുതിയാൽ മതിയായിരിക്കും. അത് മാത്രം എഴുതിയാൽ മതിയോ? ഹിസ്റ്ററി അല്ലാതെ? മതിയായിരിക്കും. ഞാൻ അതിന്റെ PDF ചെക്ക് ചെയ്ത് നോക്കാട്ടോ. പെട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല, കാരണം ഒരുപാട് യൂണിവേഴ്സിറ്റീസ് പറയാവോ? എങ്ങനെ? യൂണിവേഴ്സിറ്റീസ് നിങ്ങളൊരു കാര്യം ചെയ്താൽ നിങ്ങൾ ഇതിന്റെ വെബ്സൈറ്റിൽ കയറി ഞങ്ങൾക്ക് കിട്ടും. ഞാൻ പറഞ്ഞ PDF ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കാം, ഞാൻ PDF അയച്ചുതരാം. PDF ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. CU കർണാടകയിൽ സംതിങ് ഉണ്ട് തോന്നുന്നുണ്ട് ആർക്കിയോളജി. നല്ല കോഴ്സാണോ? കോഴ്സ് കുഴപ്പമൊന്നുമില്ല, ഡിപ്പെൻസ്. ബാക്കി പിന്നെ എങ്ങനെയാണ് ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങൾ അതുകൂടി നിങ്ങൾ ചെക്ക് ചെയ്യണം. നിങ്ങൾ ചില യൂണിവേഴ്സിറ്റികൾ അടിപൊളിയായിരിക്കും, ഡിപ്പാർട്ട്മെന്റ്സ് ഡൗൺ ആയിരിക്കും. ചില ഡിപ്പാർട്ട്മെന്റുകൾ അടിപൊളിയായിരിക്കും, യൂണിവേഴ്സിറ്റി ഡൗൺ ആയിരിക്കും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം വേണമെന്നുണ്ടെങ്കിൽ അലുമിനീസിനെ കണക്ട് ചെയ്ത് തരാം. നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടത്തേക്കൊക്കെ അലുമിനീസ് ഉണ്ടെങ്കിൽ അവരെ കണക്ട് ചെയ്ത് തരാം. ഹലോ പറഞ്ഞോളൂ. സർ, ഞാൻ സൈക്കോളജിക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ ഏതൊക്കെ പേപ്പേഴ്സ് എഴുതേണ്ടത്? സൈക്കോളജി മാത്രമാണ് ഇന്റഗ്രേറ്റഡ് MSc സൈക്കോളജി ഇന്റഗ്രേറ്റഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ്, ഇന്റഗ്രേറ്റഡ് സൈക്കോളജി, ഇംഗ്ലീഷ്, സൈക്കോളജി, ജേർണൽ ടെസ്റ്റ്. ജേർണലിസം ജേർണലിസം അല്ല, ജനറൽ ടെസ്റ്റ്. ഓക്കെ. പിന്നെ അതുപോലെ സർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഇന്റഗ്രേറ്റഡ് MA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഇല്ലേ, അതിന് പറ്റിയ കോളേജസ് യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാ? അതിന് ഇന്റഗ്രേറ്റഡ് തന്നെയല്ല, UG ആയിട്ടൊക്കെയാണ് ഉള്ളത്. അതിന് HU ബെസ്റ്റ് ആണ്, ഹിഫ്ലു ബെസ്റ്റ് ആണ്, പിന്നെ ജാമ്യ കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ JNUല് ഡൗട്ടാണ് കൊടുക്കുന്നുണ്ടോന്ന്. വേറെ ഫോറിൻ ലാംഗ്വേജ് കൊടുക്കുന്നുണ്ട്, JNU ഉണ്ടെങ്കിൽ അവിടെ ബെസ്റ്റ് ആയിരിക്കും. സർ, ഇതിനും ഈ ഏജ് ഒരു ക്രൈറ്റീരിയ, ഏജ് പ്രോബ്ലം ആവോ? ഏജ് അതാ നിങ്ങൾ ആ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിന്റെ വെബ്സൈറ്റിൽ കയറിയാൽ നമുക്കത് ഏജിന്റെ കാര്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതാത് യൂണിവേഴ്സിറ്റി ഇത് കയറി തന്നെ നോക്കണം. മൈക്രോബയോളജിക്ക് ഏറ്റവും നല്ല കോളേജുകൾ കേരളത്തില് കർണാടകയിൽ ഏതാണ്?
മൈക്രോബയോളജി കോളേജ് മനസ്സിലായില്ല. CUT ത്രൂ ആണോ? CUT ത്രൂ. കേരളത്തിൽ അങ്ങനെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല മൈക്രോബയോളജി. ഡൽഹി യൂണിവേഴ്സിറ്റിയിലുണ്ട്. അതുപോലെ തന്നെ നെഹു ഉണ്ട്. നെഹു അത്യാവശ്യം നല്ല യൂണിവേഴ്സിറ്റിയാണ്, നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റി. അത് ഓക്കെ നോർത്തിലാണുള്ളത്. അതുപോലെ തന്നെ സിക്കിം യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ, അവിടേക്കാണുള്ളത്. ഓക്കെ. ഈ ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾ ഇപ്പോൾ ഒരു കാര്യം കൂടി പറയാണ്ട്, ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾ ഇപ്പോൾ 4 ഇയർ ആയിട്ട് ആക്കിയിട്ടുണ്ട്. ഹോണേഴ്സ് ആക്കിയിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഐക്കർ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്ന് പറയും. സയൻസുകാർക്കൊക്കെ എന്താ പറയാ, അഗ്രികൾച്ചർ കോഴ്സുകളിലേക്ക്, BSc അഗ്രികൾച്ചർ അങ്ങനെയുള്ള മറ്റു കോഴ്സുകളിലേക്ക് പോകാൻ താല്പര്യമുള്ളവർ ഈ CUT ത്രൂ തന്നെയാണ് അതിനുള്ള അഡ്മിഷൻ. ഐക്കർ കൗൺസിലിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതുപോലെ തന്നെ ലാസ്റ്റ് ഐക്കറിലേക്ക് അപ്ലൈ ചെയ്യണം എൻട്രൻസ് എഴുതിയതിനു ശേഷം. അപ്പോൾ അതുകൂടി സയൻസുകാർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ സ്റ്റൈപ്പൻഡോട് കൂടി പഠിക്കാൻ പറ്റുള്ളതാണ് ഐക്കറിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ. ഹലോ, പറഞ്ഞു. എനിക്ക് ഇന്റഗ്രേറ്റ് BEd എടുക്കാം ഹിസ്റ്ററിയിൽ. ഇന്റഗ്രേറ്റഡ് BA ആണോ? അല്ല, BEd ആണോ? BA ഇന്റഗ്രേറ്റ് BEd. BA അതിനുള്ള എൻട്രൻസ് എക്സാം ആണ് NCT എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് അവർ വേറൊരു സെഷൻ കണ്ടക്ട് ചെയ്യുമെന്നാണ് തോന്നുന്നത്. സാർ അത് ഒരു NCT സെഷൻ പറ്റുവാണെങ്കിൽ കണ്ടക്ട് ചെയ്താൽ നന്നായിരിക്കും. കേരളത്തിലെ യൂണിവേഴ്സിറ്റി ആയിട്ട് കേരളത്തിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ആണ് കാസർഗോഡ് ഉള്ളത്. അവിടെ ഇന്റഗ്രേറ്റഡ് BA ഉണ്ട്, BSc BEd ഉണ്ട്, BCom BEd ഉണ്ട്. BA അതിനുള്ള എക്സാം NCT ആണ്, നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ്. ഓക്കെ. അതിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ ആപ്ലിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടില്ല, അതൊരു ഫെബ്രുവരി മാസം. ഓക്കെ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. Yeah, sir. Excuse me. Hello. Hello. പറഞ്ഞു. Okay. Yeah. Mr. Hudayf, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വളരെ മനോഹരമായിരുന്നു. ഒന്ന് ജെൻസിക്ക് പറ്റിയ കമ്മ്യൂണിക്കേഷനാണ്. വളരെ വേഗത്തിൽ പറയാനുള്ള കാര്യങ്ങൾ വൃത്തിക്ക് പറഞ്ഞു വെച്ചു എന്നുള്ളത്. ദാറ്റ്സ് എ പോസിറ്റീവ് ഫാക്ടർ ഫ്രം യുവർ പാർട്ട്. ഇനി എൻ്റെ ഒരു ചോദ്യം, നിങ്ങൾ പേഴ്സണലി പ്രിപ്പയർ ചെയ്തിട്ടാണോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ CUT ക്രാക്ക് ചെയ്തത്, അതോ വേറെ ഏതെങ്കിലും എൻട്രൻസ് കോച്ചിങ് സെന്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നോ? അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഞാൻ പ്രിപ്പയർ വെച്ചാൽ ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിന് നോക്കി. പക്ഷെ ആ സമയത്ത് നമുക്കൊരു അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോംസ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണ്. ഞാൻ വരുന്ന സ്ഥലം അങ്ങനെ തന്നെ ആയിരുന്നു. നമുക്കങ്ങനെ ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ പറ്റി ധാരണ ഇല്ലാത്തൊരു സ്ഥലം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ആ ഒരു കോച്ചിങ്ങിന് പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സെൽഫ് പ്രിപ്പറേഷനും പിന്നെ കുറച്ച് ബാക്കിയുള്ള സ്ഥലത്തു നിന്നൊക്കെ കളക്ട് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അങ്ങനെയാണ്. നമുക്കിങ്ങനെ എൻട്രൻസ് കോച്ചിങ് പോകാനുള്ള ബെനിഫിറ്റ് വെച്ചാൽ നമുക്കെല്ലാ മെറ്റീരിയൽസ് കാരണം നമ്മുടെ കയ്യിൽ കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ മിക്സ് ആയിട്ട് നമുക്ക് എന്താ പറയാ, അവസാനം ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇതിൽ എത്തൂല. ഒരുപാട് മെറ്റീരിയൽസ് സാധനങ്ങൾ മിക്സ് ആയിട്ട് നമുക്ക് എന്ത് പഠിക്കണം എന്നുള്ള രീതിയിലേക്ക് പോകും. അപ്പോൾ ബെറ്റർ ആയിട്ടൊരു എന്തെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇതാക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നമുക്ക് സ്ട്രക്ചേർഡ് ആയിട്ട് പോകാൻ പറ്റും. ഓക്കെ. പ്ലസ് ടുവിന്റെ കൂടെ പഠിച്ച ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ എടുക്കുക എന്നാവോ, അതോ ഒരു വർഷം ഇതിനു വേണ്ടി മാറ്റിവെച്ച് ഏറ്റവും മികച്ച ക്യാമ്പസിലേക്ക് എത്തുന്നതായിരിക്കും ഐഡിയൽ? അല്ല, നമ്മൾ പ്ലസ് ടുവിന്റെ കൂടെ തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനമാണ്. അങ്ങനെ ഒരു വർഷം മാറ്റി വെക്കേണ്ട, ഇപ്പൊ നമ്മൾ നീറ്റ് JEE പോലൊക്കെ ഒരു വർഷം മാറ്റി വെക്കേണ്ട കാര്യമൊന്നും ഇല്ല. പ്ലസ് ടുവിന്റെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എൻട്രൻസ് എക്സാം ആണ്, സ്ട്രക്ചേർഡ് ആയി പോവാണെന്നുണ്ടെങ്കിൽ. താങ്ക് യു സോ മച്ച്. ഞാൻ കോണ്ടാക്ട് ഒന്നുകൂടെ ഇതാക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ബാക്കിയുള്ള PDF കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഇതാക്കിയാൽ മതി, മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ടൈം ആയിട്ട് വൈൻഡപ്പ്, വേറെ ഡൗട്ട്സ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ വൈൻഡപ്പ് ചെയ്യുന്നതാണെങ്കിൽ സാർ ഒന്ന്. ഓക്കെ, നമുക്ക് എന്നാല് വൈൻഡപ്പ് ചെയ്യാം. ഇന്നിപ്പം നമ്മുടെ CUT UGനെ കുറിച്ചൊരു ക്ലിയർ പിക്ചർ, അതും വളരെ ഷോർട്ട് ടൈമിൽ തന്നെ സാർ നമുക്ക് നല്ല വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. ഇനി കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ